നമസ്കാരം. മാർക്ക് ഫെല്ലർ തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്ന ആ മൂന്ന് പേരെ നിരീക്ഷിക്കുമ്പോൾ ശരിക്കും മാർക്കിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത ഭയമാണോ എന്ന് ചോദിച്ചാൽ ഭയമാണെന്ന് പറയാൻ പറ്റില്ല. മാർക്കിന് അവരെ നേരിടാൻ ഒരു ഭയമില്ല. പക്ഷേ ആ അസ്വസ്ഥത മാർക്കിൻ്റെ കാൽവിരൽ മുതൽ തലവരെ വ്യാപിക്കുന്നുണ്ട്. മാർക്കിന് ഒറ്റയ്ക്ക് അവരെ മൂന്ന് പേരെയും നേരിടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മാർക്കിന് ഏതാണ്ട് ബോധ്യമാണ്. മാർക്ക് അവരോട് ചോദിച്ചു, എന്താ വേണ്ടേ? മാർക്കിന്റെ ആ ശബ്ദത്തിൽ ഒരു കോൺഫിഡൻസിന്റെ കുറവുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ വന്ന ആളുകളിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾ ആരെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകളെ നീ തുടർച്ചയായി കൊന്നിരിക്കുകയാണ്. നിനക്ക് രണ്ട് ചാൻസേ ഉള്ളൂ. ഒന്നുകിൽ ഞങ്ങൾക്ക് കീഴടങ്ങി ഞങ്ങളോടൊപ്പം വരിക, അല്ലെങ്കിൽ നീ ഞങ്ങളോട് ഏറ്റുമുട്ടണം. ഞങ്ങളോട് ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അവർ പറയുമ്പോഴേക്കും അവരുടെ മൂന്ന് പേരുടെ ബോഡിയിൽ നിന്നും ഇന്റേണൽ എനർജി പുറത്തേക്ക് വ്യാപിച്ചു തുടങ്ങി. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ആ മൂന്ന് പേരും അവരുടെ ഇന്റേണൽ സ്ട്രെങ്ത് മാർക്ക് ഫെല്ലർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചപ്പോൾ മാർക്കിനും അവർക്കുമിടയിൽ ശരിക്കും ഒരു പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. അവരുടെ പുറത്തുനിന്ന് എനർജി റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ ശക്തി ഏതാണ്ട് വെളിവാകുകയാണ്. മൂന്ന് പേരും മാർക്ക് വിചാരിച്ച പോലെ തന്നെ പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. അവർ മൂന്ന് പേരും പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണെന്ന് ബോധ്യമായിട്ടും ഭയക്കാതെ മാർക്ക് അവരെ നേരിടാനായി മുന്നോട്ട് മൂവ് ചെയ്യാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ പെട്ടെന്നാണ് മാർക്കിനും അവർക്കുമിടയിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ എങ്ങനെ അവരുടെ ഇടയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ലൈറ്റനിങ് വേഗതയിൽ അയാൾ അവർക്കിടയിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്ന ആഗതൻ ആ മൂന്ന് പേരെ നോക്കി ഏതാണ്ട് ഗർജിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പൈറോയിലേക്ക് കടക്കാൻ എങ്ങനെ ധൈര്യമുണ്ടായി? ആ ചോദ്യം ചോദിച്ച വ്യക്തിയെ മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ ഒന്ന് നോക്കി. സാക്ഷാൽ ജിയൻ ബ്ലാക്ക് ആണ് മാർക്കിന്റെ മുന്നിൽ കയറി നിൽക്കുന്നത്. ജിയൻ ബ്ലാക്കിനെ മാർക്ക് അമ്പരപ്പോടെ നോക്കുമ്പോൾ മാർക്കിന്റെ മുന്നിലുണ്ടായിരുന്ന ആ മൂന്ന് ആളുകൾ ജിയൻ ബ്ലാക്കിനോട് ചോദിച്ചു, ഏയ് ആരാ നീ? നിനക്കെന്താ ഇവിടെ കാര്യം? ആ ചോദ്യം അവർ ചോദിച്ചതും ജിയാങ് ബ്ലാക്കിന്റെ ശരീരത്തിൽ നിന്ന് ഒരു സ്ഫോടനം ഉണ്ടാകുകയാണ്. ഇന്റേണൽ എനർജിയുടെ ഒരു സ്ഫോടനം എന്ന് പറയാം. പെട്ടെന്ന് ഒരു ശബ്ദത്തോടു കൂടി അയാളുടെ ശരീരത്തിൽ നിന്ന് ആ സ്പിരിച്വൽ എനർജി ചുറ്റും വ്യാപിച്ചതും വന്നിരിക്കുന്ന ആഗതൻ ശക്തനാണെന്ന് ആ മൂന്ന് പേർക്ക് മനസ്സിലായി. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറോടായി ജിയാങ് ബ്ലാക്ക് പറഞ്ഞു, മാർക്ക് നീ സൈഡിലോട്ട് മാറി നിൽക്ക്. അത് കേട്ടതും മാർക്ക് അവന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തുകൊണ്ട് ജിയാങ് ബ്ലാക്കിന്റെ അടുത്തേക്ക് കയറി നിന്നുകൊണ്ട് ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ് അവർ മൂന്ന് പേരുണ്ട്, മൂന്ന് പേര് ശക്തരാണ്, ഞാൻ കൂടെ ജിയാങ്ങിനെ സഹായിക്കാം. ഏയ് മാർക്ക് അത് വേണ്ട, നീ മാറി നിൽക്ക്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് മിസ്സിനോട് ഒന്നും പറയാൻ പറ്റില്ല. മിസ് എന്ന് ജിയാങ് ബ്ലാക്ക് പറഞ്ഞത് എമിലി ബ്ലാക്കിനെ കുറിച്ചാണെന്ന് മാർക്കിന് അറിയാം. ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് അങ്ങനെ പറഞ്ഞതും ആ മൂവർ സംഘത്തിലെ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നിനക്ക് ശക്തനായ ഒരാളുടെ സഹായം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മൂവർ സംഘം മാർക്കിന്റെ ആ വീട്ടുമുറ്റത്തു നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്ത അതേ നിമിഷത്തിൽ ജിയാങ് ബ്ലാക്ക് കൈയൊന്ന് അനക്കി. ആ നിമിഷത്തിൽ ആ മൂന്ന് പേരുടെ മുമ്പിലായി മാർക്കിന്റെ വീടിന്റെ മതിലിനോട് അടുപ്പിച്ചു നിന്ന ഒരു മരം ഒടിഞ്ഞ് താഴേക്ക് വീണു. ശരിക്കും ജിയാങ് ബ്ലാക്ക് കൈ ഒന്ന് ഉയർത്തിയതും ശക്തമായ പ്രകാശം ആ കയ്യിൽ നിന്ന് ആ മരത്തിലേക്ക് പതിച്ചത് മാർക്ക് കണ്ടിരുന്നു. മാർക്ക് ആ പ്രകാശത്തിലേക്ക് നോക്കി ആ നിമിഷത്തിൽ ആ മരം മുറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ഒരു ശബ്ദത്തോടു കൂടി ഗേറ്റിന് മുന്നിലായി ആ മരം അങ്ങനെ വീണതും ജിയാങ് ബ്ലാക്ക് ആ മൂവരോടായി പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി തിരിച്ചു പോട്ട. അത് കേട്ടതും ആ മൂന്ന് പേരും ജിയാങ്ങിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം അതിലെ നേതാവെന്ന് തോന്നുന്ന ആൾ ജിയാങ്ങിനോട് പറഞ്ഞു, ഏയ് നീ ആരാ എന്ന് എനിക്കറിയത്തില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീയും ഗ്രാൻഡ് മാസ്റ്ററിലെ പീക്ക് ലെവൽ നിൽക്കുന്ന ആളാണ്. ഞങ്ങൾ മൂന്ന് പേരും അതാണ്. ഞങ്ങൾ മൂന്ന് പേരോടാണ് നീ ഏറ്റുമുട്ടേണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അത് കേട്ടപ്പോൾ ജിയാങ് ബ്ലാക്ക് അവരോട് പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? നിങ്ങൾ ഈ പൈറോയിലേക്ക് വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും ഇവിടുന്ന് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്.
അങ്ങനെ പറഞ്ഞിട്ട് ജിയാങ് ബ്ലാക്ക് മുന്നോട്ടങ്ങ് കുതിക്കുകയായിരുന്നു. ജിയാങ് മുന്നോട്ട് കുതിക്കുന്ന കണ്ടതും ആ മൂവർ സംഘം ജിയാങ്ങിനെ നേരിടാനായി റെഡിയായി. പക്ഷെ ജിയാങ് അവരുടെ പുറത്തുകൂടാതെ അവരെ ഒന്ന് വലം വെച്ചു. ജിയാങ് വേഗത്തിൽ അവർക്ക് ചുറ്റും ഓടി കവർ ചെയ്യുമ്പോൾ അവർ 3 പേരും ജിയാങ്ങിനെ കാണാൻ വേണ്ടി ഒന്ന് തിരിയുന്നുണ്ട്. ശരിക്കും ജിയാങ് അവർക്ക് ചുറ്റും ഒന്ന് വലയം വെക്കുകയായിരുന്നു. ആ വലയം പൂർത്തീകരിച്ചതും ജിയാങ് അവരോട് പറഞ്ഞു, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജിയാങ് അവർക്ക് ചുറ്റും എന്തിനാണ് ഓടിയെന്ന് അവർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അവർ മുഖത്തോട് നോക്കിയിട്ട് അവരുടെ കൈയൊന്ന് ഉയർത്തി. 3 പേരും കൂടി ജോയിന്റ് ആയിട്ട് അവരുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ജിയാങ് ബ്ലാക്കിനെ നേരിടാൻ പോവുകയാണ്. അക്കാര്യം മാർക്കിന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. മാർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരപ്പോടെ ആ രംഗത്തേക്ക് നോക്കുമ്പോൾ 3 പേരും കൂടി കൈ ഉയർത്തുകയാണ്. ആ നിമിഷത്തിൽ 3 പേരുടെ കയ്യിൽ നിന്നുണ്ടായ പ്രകാശം അതിശക്തമായി ഒരു പക്ഷിയുടെ കാല് പോലെ രൂപം മാറി. ആ പ്രകാശം അതിവേഗതയിൽ ജിയാങ് ബ്ലാക്കിന് നേരെ പാഞ്ഞു വരികയാണ്. ആ പ്രകാശം ജിയാങ്ങിന്റെ അടുത്തെത്തുമ്പോൾ അത് ഒരു പക്ഷിയുടെ കാല് തന്നെയാണ്. അതിന് തൊട്ടു മുന്നേ ജിയാങ്ങിന്റെ വലത് കൈ മുകളിലേക്ക് ഉയർന്നിരുന്നു. ആ കൈയിൽ നിന്ന് ഒരു പ്രകാശം ശരിക്കും ഒരു വലിയ കൈയുടെ രൂപത്തിലേക്ക് രൂപം മാറുന്നതും മാർക്ക് കണ്ടു. 2 ടീമും ശരിക്കും അവരുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫൈറ്റാ നടത്തുന്നത്. മാർക്ക് അമ്പരപ്പോടെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ജിയാങ് ബ്ലാക്കിന്റെ കൈ ഉണ്ടാക്കിയ ആ ആഫ്റ്റർ ഇമേജ് ഒരു വലിയ കൈയായി മാറിയിരിക്കുകയാണ്. ആ വലിയ കൈ ജിയാങ് നേരെ പാഞ്ഞു വന്ന ആ പക്ഷിയുടെ കാലിനെ അപ്പടങ്ങ് മൂടി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന പ്രകാശങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ് യഥാർത്ഥം അവിടെ സംഭവിച്ചത്. പക്ഷിയുടെ കാലും ജിയാങ്ങിന്റെ കൈ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഒരു പ്രകാശം അവിടെ പരന്നു. അടുത്ത നിമിഷത്തിൽ ആ മൂവരും ഒന്ന് പുറകോട്ട് നീങ്ങി. 3 പേരും ജിയാങ്ങിന്റെ ശക്തി അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണെന്ന് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒറ്റ അറ്റാക്കിൽ ജിയാങ്ങിനെ തീർക്കാം എന്ന് കരുതിയിട്ടാണ് അവർ 3 പേരും കൂടി അവരുടെ ആ ഇന്റേണൽ സ്ട്രെങ്തിനെ സംയോജിപ്പിച്ച് ഒരു അറ്റാക്ക് നടത്തിയത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ അറ്റാക്ക് ഒറ്റയ്ക്ക് ജിയാങ് ബ്രേക്ക് ചെയ്തപ്പോൾ അവർ ഒരു അപകടം മണക്കുകയാണ്. പക്ഷെ അവരുടെ മനസ്സിലേക്ക് ആ അപകടത്തിന്റെ സൂചന വന്ന അതേ നിമിഷത്തിൽ ജിയാങ് ബ്ലാക്ക് അതിൽ ഒരാളുടെ അടുത്തെത്തിയിരുന്നു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ജിയാങ്ങിന്റെ കൈ അയാളുടെ നെഞ്ചിലൂടെ കയറി മറുഭാഗത്തേക്കും പോയി. മാർക്ക് ഫെല്ലർ വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ആ കാഴ്ച കണ്ടത്. 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉള്ളതിൽ ഏറ്റവും നടുക്ക് നിന്ന ആളുടെ ദേഹത്തൂടിയാണ് ജിയാങ്ങിന്റെ കൈ കടന്നു പോയിരിക്കുന്നത്. ശരിക്കും ആ കാഴ്ച മാർക്കിനെ മാത്രമല്ല, ആ ഗ്രാൻഡ് മാസ്റ്റർ ഇടതുവശത്തും വലതുവശത്തുള്ള മറ്റ് 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെയും കൂടി ഞെട്ടിച്ചിട്ടുണ്ട്. ജിയാങ് ബ്ലാക്കിന്റെ ആ വേഗത അവർക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത വേഗതയാണ്. അപകടം മണത്ത 2 പേരും ആ നിമിഷത്തിൽ ഗേറ്റിന്റെ അടുത്ത് കിടക്കുന്ന മരം ചാടി രക്ഷപ്പെടാനായി പുറകോട്ട് തിരിഞ്ഞോടിയപ്പോഴാണ് അവർക്ക് തങ്ങൾ പെട്ടു എന്ന് മനസ്സിലാകുന്നത്. നേരത്തെ ജിയാങ് ബ്ലാക്ക് അവർക്ക് ചുറ്റും ഒന്ന് ഓടിയപ്പോൾ ജിയാങ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ഫോർമേഷൻ സൃഷ്ടിച്ചിരുന്നു. ജിയാങ് സൃഷ്ടിച്ച ആ ശക്തമായ ഫോർമേഷൻ ഒരു മതില ജിയാങ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. മരത്തിന് നേരെ ഓടിയ ആ 2 പേരും അദൃശ്യമായ ആ മതിൽ ഇടിച്ച് പുറകോട്ട് മറിയുമ്പോഴാണ് അവന്മാർക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. അതേ സമയത്ത് ആ കാഴ്ച മാർക്കിനെ വലത് അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതിശക്തരായ പീക്ക് ലെവലിലെ 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സും ആ മതിൽ ഇടിക്കുന്ന രംഗം അമ്പരപ്പോടെ മാർക്ക് ഫെല്ലർ നോക്കുമ്പോൾ ജിയാങ് ബ്ലാക്ക് അവർക്ക് തൊട്ടടുത്തെത്തി. 2 പേരും ആ അദൃശ്യ മതിൽ ഇടിച്ച് തിരിഞ്ഞ ആ നിമിഷത്തിൽ ജിയാങ് അവർ 2 പേരുടെയും കഴുത്തിൽ പിടിച്ചിരുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ജിയാങ് അവർ 2 എടുത്തു പൊക്കി ഒരൊറ്റ ഇടി. 2 തേങ്ങകൾ 2 കയ്യിലാക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ കൂട്ടിയിടിക്കുന്ന അതേ ലാഘവത്തോടുകൂടി ആ 2 തലയും ജിയാങ് പിടിച്ചൊരൊറ്റ ഇടി. ഇടിയേറ്റ് ആ തല തകർന്ന് 2 ബോഡി താഴേക്ക് വീഴുന്ന കാഴ്ച ശ്വാസം അടക്കി പിടിച്ചാണ് മാർക്ക് ഫെല്ലർ കണ്ടത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് 3 പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ ജിയാങ് ബ്ലാക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ 3 ബോഡിയും താഴേക്ക് വീണപ്പോൾ ജിയാങ് ബ്ലാക്ക് അയാളുടെ കൈ ഒന്ന് ചലിപ്പിച്ചു. ആ നിമിഷത്തിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്ന ആ എനർജി ബാരിയർ അപ്രത്യക്ഷമായി. അവിടെ ഇപ്പോൾ മാർക്കിനെ ആക്രമിക്കാൻ വന്ന
ആ 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെയും ഡെഡ് ബോഡികൾ മാത്രമാണ് ഉള്ളത്. മാർക്ക് അന്തം വിട്ട് നിൽക്കുമ്പോൾ ജിയാങ് ബ്ലാക്ക് കൈയൊന്ന് ഉയർത്തി. ജിയാങ് ആ കൈയൊന്ന് അനക്കിയപ്പോൾ ആ 3 ബോഡികളും അനങ്ങുന്നത് മാർക്ക് കണ്ടിരുന്നു. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്ക് ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. ആ 3 ബോഡികളും അപ്രത്യക്ഷമായിരിക്കുന്നു. അമ്പരന്ന് പോയ മാർക്ക് ഫെല്ലർ ജിയാങ്ങിനോട് ചോദിച്ചു, ജിയാങ് ആ ബോഡിയോടെ പോയി, എങ്ങനെയാണ് അത് സാധിച്ചേ? മാർക്ക്, അതിനെ ഞാനൊരു മാന്ത്രിക നിലവറയിലേക്ക് മാറ്റിയായിരുന്നു. മാന്ത്രിക നിലവറയോ? എവിടെയാ മാന്ത്രിക നിലവറ? മാർക്ക് അങ്ങനെ ചോദിച്ചതും ജിയാങ് അയാളുടെ ഇടത് കൈ ഒന്ന് ഉയർത്തി കാണിച്ചു. അയാളുടെ ഇടത് കൈയിൽ ഒരു വള കിടപ്പുണ്ട്. മാർക്ക് അയാളുടെ ഇടത് കൈയിലേക്കും ആ വളയിലേക്കും നോക്കുന്ന കണ്ടതും ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിനക്ക് വേണോ ഇത്? അങ്ങനെ പറഞ്ഞിട്ട് ജിയാങ് ആ വള ഊരി മാർക്കിന് നിരങ്ങ് ഇട്ടു കൊടുത്തു. മാർക്ക് 2 കൈ കൊണ്ടും ആ വള സ്വീകരിച്ചു. ആ വളയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്ക് ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ് ഇത് ശരിക്കും വിലപിടിപ്പുള്ളതല്ലേ? ജിയാങ് തന്നെ വെച്ചോ ഇത്? ഏയ് മാർക്ക്, എനിക്ക് ഇതിനു പകരം വേറൊന്ന് മിസ് സംഘടിപ്പിച്ചു തരും. മാർക്ക് ഇത് വെച്ചു. ബ്ലാക്ക് കുടുംബത്തിന് അതുപോലുള്ള മാന്ത്രിക ആർട്ടിഫാക്ട്സ്, ഈ മാന്ത്രിക ഉൽപ്പന്നങ്ങൾ വെറും ഒരു ചെറിയ കേസാണെന്നാണ് ജിയാങ് ബ്ലാക്കിന്റെ ആ സംഭാഷണം സൂചിപ്പിക്കുന്നത്. അമ്പരപ്പോടെ ആ വളയിലേക്ക് മാർക്ക് നോക്കുന്ന കണ്ടതും ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് ചോദിച്ചു, ഹേയ് മാർക്ക്, നീ എന്നെന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്ത? എനിക്കൊരു ഡ്രിങ്ക്സും ഓഫർ ചെയ്യുന്നില്ലേ? അങ്ങനെ ജിയാങ് ബ്ലാക്ക് ചോദിക്കുമ്പോഴാണ് മാർക്കിന് സുബോധം വരുന്നത്. മാർക്ക് ഉടൻ തന്നെ ജിയാങ്ങിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. മാർക്കിന്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുകയാണ് മാർക്കും ജിയാങ്ങും. ജിയാങ്ങിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്, അതുപോലെ മാർക്കിന്റെ കയ്യിലും. ആ ഗ്ലാസ്സിലെ വൈൻ കുറേശ്ശെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് നിനക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടോ? ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ജിയാങ് ബ്ലാക്കിൽ നിന്ന് അറിയുവാൻ മാർക്കിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് ഉടൻ ജിയാങ് ബ്ലാക്കിനോട് ചോദിച്ചു, ജിയാങ് എനിക്ക് ഈ ബ്ലാക്ക് കുടുംബത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയണം. മാർക്ക്, ബ്ലാക്ക് കുടുംബം ന്യൂ സെലസ്റ്റിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുടുംബത്തിൽ ഒന്നാണ്. അവർ അതിശക്തരാണ്. അങ്ങനെ പറഞ്ഞിട്ട് ജിയാങ് ബ്ലാക്ക് ഒരു നിമിഷം നിശബ്ദനായി. അതിനുശേഷം അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ബ്ലാക്ക് കുടുംബം അതിശക്തമാണെങ്കിലും നീ വിചാരിക്കും പോലെ അത്ര നല്ല രീതിയിലല്ല അവിടെ കാര്യങ്ങൾ പോകുന്നത്. ജിയാങ് ബ്ലാക്ക് പറയുന്ന കാര്യം മാർക്കിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും പുതിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് വല്ലാത്തൊരു അമ്പരപ്പോടെ ജിയാങ് ബ്ലാക്കിനെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ജിയാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ബ്ലാക്ക് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഓൾഡ് മാസ്റ്ററാണ്. ഓൾഡ് മാസ്റ്റർക്ക് 4 മക്കളാണ് ഉള്ളത്. അതിൽ 2ാമത്തെ ആളുടെ മകളാണ് എമിലി ബ്ലാക്ക്. എമിലി ബ്ലാക്കിനെ ഓൾഡ് മാസ്റ്റർക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ആ കുടുംബത്തിലെ ഏറ്റവും ശക്തൻ ഓൾഡ് മാസ്റ്ററുടെ മൂത്ത മകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷിനോയ് എന്നാണ്. ഈ ഷിനോയ്ക്ക് യഥാർത്ഥത്തിൽ മിസ് ബ്ലാക്കിന് ബ്ലാക്ക് കുടുംബത്തിൽ ലഭിക്കുന്ന ആ പ്രാമുഖ്യം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. മാർക്ക്, നിന്നെ ആദ്യമായി ഞാൻ കാണുമ്പോൾ നിന്നെക്കുറിച്ച് എനിക്ക് ഒരു മതിപ്പും ഉണ്ടായിരുന്നില്ല. നിന്നെ മിസ് ബ്ലാക്കിൻ്റെ അച്ഛൻ അലോഷ്യസിനൊപ്പം ഞാൻ കാണുന്ന നിമിഷത്തിൽ നിന്നെ വളരെ വില കുറച്ച ഞാൻ കണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി നീ ഉണ്ടാക്കിയെടുത്ത ഈ വളർച്ച ഉണ്ടല്ലോ, ആ വളർച്ച കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ നമ്മുടെ ഗോഡ് ഓഫ് വാർ ലാരി ഹോംസിനെ ഓർമ്മ വരുന്നത്. ലാരി ഹോംസ് എന്ന പദം വീണ്ടും ഇതാ മാർക്ക് കേൾക്കുകയാണ്. ജിയാങ്, ലാരി ഹോംസ് ശരിക്കും ശക്തനാണോ? മാർക്ക്, ലാരി ഹോംസ് ശരിക്കൊരു ലെജൻഡാണ്. ജിയാങ്, ലെജൻഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര ശക്തി ഉണ്ടാവും? മാർക്ക്, നീ ഇപ്പോൾ കണ്ട ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സിലെ അവർ ഗ്രാൻഡ് മാസ്റ്റേഴ്സിലെ പീക്ക് ലെവലിലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള 100 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ ഒന്നിച്ച് നേരിടാൻ ലാരി ഹോംസിന് പറ്റും. അദ്ദേഹം ഇപ്പോൾ മാർക്കസ് ലെവലിലാണ്. മാർക്കസ് ലെവലിലും അതെ, ലാരി ഹോംസ് ഇപ്പോൾ മാർക്കസ് ലെവലിലാണ്. അദ്ദേഹം അതിശക്തനാണ്. എനിക്ക് പക്ഷേ ലാരി ഹോംസിനെയും നിന്നെ കമ്പയർ ചെയ്യാൻ ഒരു താല്പര്യമുണ്ടായതിന് ഒരു കാരണമുണ്ട്. ജിയാങ് ബ്ലാക്ക് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ് മാർക്ക് ഫെല്ലർ. മാർക്ക്, നീ ശുദ്ധ ശൂന്യതയിൽ നിന്ന് കയറി വരുന്നത്, നീ എതിരിടുന്നത് ഇവിടെയുള്ള വൻകിട കുടുംബങ്ങളെയാണ്. സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന സകല സമ്പത്തും പിടിച്ചു വച്ചിരിക്കുന്ന അവരെ നീ നേരിട്ട്
വിജയിക്കുന്ന കാണുമ്പോൾ എനിക്ക് ലാരി ഹോംസിനെ ഓർമ്മ വരും. ലാരിയും ഈ ശൈലിയിലായിരുന്നു. പൈറോയുടെ ഗോഡ് ഓഫ് വാർ ലാരി ഹോംസ് സമ്പന്ന കുടുംബങ്ങളെയും അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള കുടുംബങ്ങളെയും തോൽപ്പിച്ചാണ് ഇന്നത്തെ ഗോഡ് ഓഫ് വാർ പദവിയിലെത്തിയത്. ഇപ്പോ ലാരി ഹോംസിനെ കുറിച്ച് ഒരു ധാരണ മാർക്കിന് ഉണ്ടായിട്ടുണ്ട്. ലാരി ഹോംസിനെ അനുസ്മരിച്ചുകൊണ്ട് ജാങ് ബ്ലാക്ക് ഒരു കാര്യം കൂടി മാർക്കിനോട് പറഞ്ഞു. മാർക്ക്, ഈ ലാരി ഹോംസ് പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ ആയത് 30ാമത്തെ വയസ്സിലാണ്. മാർക്ക് ഫെല്ലർ മാർഷൽ ആർട്ടിസ്റ്റ് ആകാനുള്ള യത്നം തുടങ്ങിയ അതേ നാളിൽ തന്നെ പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ ആയ വ്യക്തിയാണ് ലാരി ഹോംസ്. ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ലാരി ഹോംസിന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് മാർക്കിന് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണെന്നാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മാർക്ക് ഫെല്ലർ ജാങ് ബ്ലാക്കിനോട് ചോദിച്ചു, ജാങ്, ഈ ഹാൻസ് കുടുംബത്തിലെ ഹാൻ വിൽമൗണ്ട് എങ്ങനെയാണ്? അയാൾ ശക്തനാണോ? ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ജിയാങ്ങും ഹാൻസ് വിൽമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ ആരാണ് ശക്തൻ? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം കേട്ടപ്പോൾ ജാങ് ബ്ലാക്ക് ഒരു നിമിഷം ഒന്ന് നിശബ്ദനായിരുന്നതിന് ശേഷം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഹാൻസ് കുടുംബം നമ്മുടെ ബ്ലാക്ക് കുടുംബം പോലെ തന്നെ ന്യൂ സെലസ്റ്ററിലെ പ്രധാനപ്പെട്ട കുടുംബമാണ്. അവരുടെ കയ്യിൽ ഇല്ലാത്തത് ഒന്നുമില്ല. സമ്പത്തും റിസോഴ്സസും എല്ലാം അവരുടെ കയ്യിലുണ്ട്. ആ മറുപടിയിൽ എല്ലാം ഉണ്ട്. ഹാൻ വിൽമൗണ്ട് ജാങ് ബ്ലാക്കിനേക്കാൾ ശക്തനാണ്. ആ ഉത്തരം ജാങ് ബ്ലാക്ക് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ജാങ് ബ്ലാക്കിന്റെ ശക്തി എന്താണെന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാർക്ക് ഫെല്ലർ കണ്ടതാണ്. ആ ജാങ് ബ്ലാക്കിനേക്കാൾ ശക്തനായ ഹാൻസ് വിൽമൗണ്ടിനെയാണ് യഥാർത്ഥത്തിൽ മാർക്കിന് തോൽപ്പിക്കേണ്ടത്. ആ വിൽമൗണ്ടിനെ തോൽപ്പിച്ചാൽ മാത്രമേ മാർക്കിന് എമിലി സ്വന്തമാക്കാൻ പറ്റൂ. അതിനെക്കുറിച്ച് മാർക്ക് ആലോചിച്ച അതേ നിമിഷത്തിൽ ജാങ് ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, മിസ് ബ്ലാക്ക് നിന്നിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഓൾഡ് മാസ്റ്റർക്ക് ഇനി അധികം ആയുസില്ല. ഓൾഡ് മാസ്റ്റർ മരിച്ചാൽ ആ നിമിഷം മിസ് ബ്ലാക്കിന് ബ്ലാക്ക് കുടുംബത്തിലുള്ള സകല അധികാരവും നഷ്ടമാകും. മാർക്ക്, ആ നിമിഷം മുതൽ മിസ് ബ്ലാക്കിന് നിന്നെ സംരക്ഷിക്കാൻ പറ്റാതെയാകും. ജിയാങ് ബ്ലാക്ക് പറഞ്ഞ ആ വാചകം കേട്ട് മാർക്ക് അടുത്ത നിമിഷം ഉറക്കെ ജിയാങ് ബ്ലാക്കിനോട് പറഞ്ഞു, ഞാൻ മിസ് ബ്ലാക്കിനെ ഉറപ്പായിട്ടും ആ ന്യൂ സെലസ്റ്ററിലെ സകല ആളുകളിൽ നിന്നും സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതെന്റെ വാക്കാണ്. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോൾ ജിയാങ് ബ്ലാക്ക് ചിരിച്ചു. പതുക്കെ തുടങ്ങിയ ചിരി അല്പസമയം കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു പൊട്ടിച്ചിരിയായി മാറി. മാർക്ക്, ഞാൻ നിന്നെ കളിയാക്കാൻ വേണ്ടി ചിരിച്ചതല്ല. നീ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. ന്യൂ സെലസ്റ്ററിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ സമ്പത്തും റിസോഴ്സസും മാത്രമല്ല ഉള്ളത്, അവർക്ക് സ്വാധീനവുമുണ്ട്. അവരുടെ ബന്ധങ്ങൾ ശക്തമാണ്. അവരെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി പറയാം. അടുത്തതായി ജാങ് ബ്ലാക്ക് പറയാൻ പോകുന്ന കാര്യത്തിന് ജാങ് ബ്ലാക്ക് ഇതാ ഒരു മുഖവുര എടുത്തിട്ടിരിക്കുകയാണ്. എന്താണ് ജാങ് പറയാൻ പോകുന്ന അറിയാനായി മാർക്ക് കൗതുകത്തോടെ ജാങ്ങിനെ നോക്കിയപ്പോൾ ജാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ബ്ലാക്ക് കുടുംബം ഇപ്പോഴത്തെ ഓൾഡ് മാസ്റ്റർ ഇല്ലാതാകുന്ന സമയത്ത് പൂർണ്ണമായും ബ്ലാക്ക് ഷിനോയുടെ കയ്യിലേക്ക് വരും. ഈ ബ്ലാക്ക് ഷിനോയ് എമിലിയുടെ അച്ഛനുമായിട്ടൊന്നും അത്ര നല്ല രസത്തിലല്ല. പക്ഷെ അതല്ല ഞാൻ പറയാൻ വന്ന കാര്യം. അയാൾ ഈ ഹാൻ കുടുംബവുമായി നല്ല അടുപ്പത്തിലാണ്. ഓൾഡ് മാസ്റ്റർ മരിച്ചാൽ അടുത്ത നിമിഷം അയാൾ ഹാൻ കുടുംബത്തിലെ വിൽമൗണ്ടിന് എമിലി വിവാഹം കഴിച്ച് കൊടുക്കും. ശരിക്കും വലിയൊരു ത്രട്ട് വരാൻ പോവുകയാണെന്നുള്ള സൂചനയാണ് ജാങ് ബ്ലാക്ക് ഇപ്പോൾ മാർക്കിനെ കൊടുത്തത്. ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്കിനെ മിഡിൽ സിറ്റിയിൽ വെച്ച് ആദ്യമായി പരിചയപ്പെടുമ്പോൾ എമിലി വലിയൊരു സംഭവമായിട്ടാണ് മാർക്കിന് അനുഭവപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ മാർക്ക് അറിയുന്നത് എമിലിയുടെ മറ്റൊരു കഥയാണ്. എമിലിയുടെ ലൈഫ് ശരിക്കും പ്രശ്നത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അവളുടെ മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമേ അവൾക്ക് ബ്ലാക്ക് കുടുംബത്തിൽ ഒരു വോയിസ് ഉള്ളൂ. ശക്തിയായ എമിലി ബ്ലാക്ക് തികച്ചും ദുർബലയാകാൻ പോകുന്ന ഒരു ഘട്ടം എത്താൻ പോവുകയാണ്. ആ സമയത്ത് എമിലിക്ക് പിന്തുണ കൊടുക്കേണ്ടത് താനാണെന്നുള്ള ബോധം മാർക്കിന് സ്വയം ഉണ്ടാവുകയാണ്. മാർക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ജാങ് ബ്ലാക്ക് ആ വൈൻ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് എണീറ്റു.
അതിനുശേഷം മാർക്കിന്റെ അടുത്തേക്ക് വന്ന ജിയാങ് ബ്ലാക്ക് മാർക്കിന്റെ ഷോൾഡറിലൊന്ന് തട്ടി. മാർക്ക്, ഞാൻ നിന്നിൽ വല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് നിനക്ക് എമിലിയെ സംരക്ഷിക്കാൻ പറ്റുമെന്ന്. എൻ്റെ പ്രതീക്ഷ എമിലിയുടെ കൂടി പ്രതീക്ഷയാണ്. നീ അത് കാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ജിയാങ് ബ്ലാക്ക് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ജിയാങ് ബ്ലാക്ക് പുറത്തേക്ക് നീങ്ങുന്ന കണ്ടതും മാർക്ക് ജിയാങ്ങിനെ വിളിച്ചു. ജിയാങ്, ഒന്ന് നിന്നേ, ഒരു കാര്യം. മാർക്ക് ജിയാങ്ങിനെ വിളിക്കുമ്പോൾ ജിയാങ് ഏതാണ്ട് വാതിൽക്കൽ വരെ എത്തിയതാണ്. ജിയാങ് മാർക്ക് വിളിക്കുന്നതായിട്ട് അവിടെ നിന്നു. അയാൾ ചോദ്യരൂപത്തിൽ മാർക്കിനെ നോക്കിയതും മാർക്ക് ജിയാങ്ങിനോട് ചോദിച്ചു, ജിയാങ്ങിന് എത്ര ശക്തി ഉണ്ടാവും? മാർക്ക്, നീ എന്താ ചോദിക്കുന്നത്? അല്ല, എനിക്ക് ജിയാങ്ങിന്റെ പൂർണ്ണ ശക്തി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മാർക്ക്, നീ പറയുന്നത്? ജിയാങ്, എനിക്ക് നിങ്ങളുടെ ആ പൂർണ്ണ ശക്തി ഒന്ന് അറിയണം. ഹേയ് മാർക്ക്, അത് അപകടമാണ്. ജിയാങ്, നിങ്ങൾ എന്നെ കൊല്ലാതിരുന്നാൽ എനിക്ക് അത് അറിയാൻ പറ്റും. മാർക്ക്, നീ സത്യമായിട്ടും അത് ആഗ്രഹിക്കുന്നുണ്ടോ? മാർക്ക്, എനിക്ക് അറിയണം. എനിക്ക് എന്നാലേ ഞാൻ എത്ര ശക്തനാകണമെന്ന് തീരുമാനിക്കാൻ പറ്റും. ജിയാങ് ബ്ലാക്കിനേക്കാൾ ശക്തനാണ് ഹാൻ കുടുംബത്തിലെ ഹാൻ വിൽമൗണ്ട് എന്ന് ജിയാങ് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ഹാൻ വിൽമൗണ്ടിനെ പോലെ വേറെയും ശക്തി ന്യൂ സെലസ്റ്റിൽ ഉണ്ടാവും. അവരുടെ അത്രയും ശക്തി താൻ ആർജിക്കണമെങ്കിൽ ജിയാങ് ബ്ലാക്കിന്റെ ശക്തി എന്താണെന്ന് മാർക്കിന് അറിയേണ്ടിയിരിക്കുന്നു. മാർക്ക് ആ കാര്യം ഏതെന്നും മനസ്സ് തീരുമാനിച്ചപ്പോൾ ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് ജിയാങ് ബ്ലാക്ക് മുറ്റത്തോട്ടിറങ്ങി. മാർക്കും ജിയാങ്ങിനൊപ്പം മുറ്റത്തിറങ്ങി. മാർക്ക് ഫെല്ലറുടെ ആ വീടിന്റെ മുൻഭാഗത്ത് വളരെ വിശാലമായ ഒരു മുറ്റമുണ്ട്. അവിടെ വെച്ചിട്ടാണ് നേരത്തെ ജിയാങ് ബ്ലാക്ക് ആ ഹാൻഡ്ബിൽ സെക്ഷനിലെ ആളുകളെ കൊന്നൊടുക്കിയത്. മാർക്ക് ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ് പ്ലീസ്. മാർക്കിന്റെ ആ ആഗ്രഹം മനസ്സിലേക്ക് ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഓക്കെ, ബി കെയർഫുൾ. അങ്ങനെ പറഞ്ഞിട്ട് ജിയാങ് ബ്ലാക്ക് അയാളുടെ ശക്തി അയാളുടെ കയ്യിലേക്ക് ആവാഹിച്ച് ഒന്ന് മുന്നോട്ട് കുതിച്ചു. ആ നിമിഷത്തിന് മാർക്ക് അവന്റെ ബോഡിയിൽ സെയിൻലി ബോഡി ടെക്നിക് ആക്ടിവേഷൻ നടത്തി. മൂന്നാമത്തെ ലെവൽ മാർക്ക് പഠിച്ചെടുത്തിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. അവന്റെ ശരീരത്തിലെ സെയിൻലി ബോഡി ടെക്നിക് ലെവൽ 3 ആക്ടിവേഷൻ ചെയ്ത മാർക്ക് ഫെല്ലർ അവന്റെ വലത് കൈയിലേക്ക് അവന്റെ ശരീരത്തിലെ മുഴുവൻ ഇന്ത്യൻ എനർജിയും സ്വാംശീകരിച്ചിട്ട് അവൻ പതുക്കെ പറഞ്ഞു, അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും അവന് വലത് കൈയിലേക്ക് അവന്റെ മുഴുവൻ ഊർജവും വന്നു ചേർന്നു. ആ നിമിഷത്തിൽ ജിയാങ് ബ്ലാക്കിന്റെ കൈ മാർക്ക് ഫെല്ലറുടെ അടുത്തെത്തിയിരുന്നു. മാർക്ക് ഫെല്ലറെ അതിശക്തമായി ജിയാങ് ഇടിച്ചതും ജിയാങ്ങിന്റെ ആ മുഷ്ടിയിലേക്ക് മാർക്ക് ഫെല്ലറും ആഞ്ഞിടിച്ചു. ശക്തമായ രണ്ട് കൈകൾ തമ്മിലുള്ള അതിശക്തമായ ഒരു ഏറ്റുമുട്ടൽ. മാർക്ക് ഫെല്ലറുടെ ആ ഇടി ജിയാങ് ബ്ലാക്കിന്റെ കൈയിലേക്ക് പതിച്ചതും ജിയാങ് ബ്ലാക്ക് 2 സ്റ്റെപ്പ് പുറകോട്ട് നീങ്ങി. 2 സ്റ്റെപ്പ് പുറകോട്ട് നീക്കപ്പെട്ട ജിയാങ് ബ്ലാക്ക് വല്ലാത്തൊരു അമ്പരപ്പോടെ ജിയാങ്ങിന്റെ കൈയിലേക്ക് നോക്കുകയാണ്. ജിയാങ്ങിന്റെ കൈ ശരിക്കും ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ആ കൈക്ക് ചുറ്റുമായി രക്തം പൊടിഞ്ഞു വരികയാണ്. അത് കണ്ടപ്പോൾ ജിയാങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയോടുകൂടി ജിയാങ് അയാളുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ അയാളുടെ മുന്നിലുണ്ടായിരുന്ന മാർക്ക് ഫെല്ലർ ഒത്തിരി പുറകോട്ട് പോയി മതിലിടിച്ച് താഴെ വീണ് കിടക്കുകയാണ്. താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിലും മാർക്ക് ഫെല്ലറുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. അവൻ പ്രതീക്ഷിച്ച അത്രയും ശക്തി ജിയാങ് ബ്ലാക്കിന് ഇല്ല എന്നൊരു കണ്ടെത്തൽ അവൻ നടത്തിയതിന്റെ ഒരു പുഞ്ചിരിയാണ് മാർക്ക് ഫെല്ലറുടെ മുഖത്തുള്ളത്. മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് കടന്നു വന്ന ജിയാങ് ബ്ലാക്ക് മാർക്കിനെ അവിടെ പിടിച്ചെണീപ്പിച്ചു. അതിനുശേഷം ജിയാങ് മാർക്കിനോട് പറഞ്ഞു, നീ ഒരുപാട് ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് നിന്നിൽ വല്ലാത്ത വിശ്വാസം തോന്നുകയാണ്. ഓക്കെ മാർക്ക്, ടേക്ക് റെസ്റ്റ്. അങ്ങനെ പറഞ്ഞിട്ട് ജിയാങ് ബ്ലാക്ക് ഉടൻ തന്നെ അവിടുന്ന് പുറത്തേക്ക് നീങ്ങി. ജിയാങ് ബ്ലാക്ക് ആ വീടിന് പുറത്തേക്ക് പോകുന്നത് വല്ലാതെ വേഗത്തിലാണ്. ജിയാങ് ബ്ലാക്ക് അപ്രത്യക്ഷനായതും മാർക്ക് തറയിലേക്കിരുന്ന മാർക്ക് പെട്ടെന്ന് ആ തറയിലേക്ക് കിടന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ചന്ദ്രപ്രകാശമുണ്ട്. ആകാശത്ത് കാണുന്ന ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി മാർക്ക് അങ്ങനെ കിടക്കുകയാണ്. മാർക്കിന്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. 6-7 മാസം കഴിയുമ്പോൾ മാർക്ക് ന്യൂ സെലസ്റ്റിൽ ചെല്ലേണ്ടതാണ്. അവിടെ ബ്ലാക്ക് കുടുംബത്തിൽ ചെന്ന് എമിലി അവന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടാനുള്ളതാണ്. ആ സമയത്ത്
എമിലി ബ്ലാക്കിന്റെ മുന്നിലിട്ട് അവന് ഹാൻ വിൽമൗണ്ടിനെ പരാജയപ്പെടുത്തുകയും വേണം. പക്ഷെ ഹാൻ വിൽമൗണ്ട് ഇപ്പം നിൽക്കുന്ന സ്റ്റേജ് മാർക്കിനെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒന്നല്ല. അവിടേക്ക് താൻ എത്തിയിട്ടിരിക്കുന്നു. തനിക്ക് കളയാൻ ഒട്ടും സമയമില്ല. അങ്ങനെ ഒരു ചിന്ത മാർക്കിനുണ്ടായതും മാർക്ക് അവിടുന്ന് എണീറ്റു. അവൻ നേരെ അവന് മുറിയിലേക്ക് വന്നു. മാർക്ക് മുറിയിലെത്തിയ ഉടൻ ആദ്യം തിരഞ്ഞത് ആ പാമ്പിന്റെ തോലുകൊണ്ടുള്ള ബാഗുകളാണ്. നേരത്തെ ഡാർക്ക് എർത്ത് വാലിയിൽ നിന്ന് മാർക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആ ബാഗിനകത്ത് ഒരുപാട് പിൽസ് ഉണ്ട്. ഗുളികകളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് ആ ബാഗുകളിലുള്ളത്. മാർക്ക് ആ ഗുളികകളെടുത്ത് പതുക്കെ കഴിച്ചു തുടങ്ങി. ആ ഗുളികകൾ മാർക്ക് കഴിച്ചു തുടങ്ങിയതും മാർക്കിന്റെ ശരീരത്തിനുള്ളിൽ ഒരു സ്പിരിച്വൽ എനർജി സ്ഫോടനം തന്നെ ഉണ്ടാകുമെന്ന് പറയാം. ശരിക്കും ആ സ്പിരിച്വൽ എനർജികൾ മാർക്കിന്റെ ആ ഡാൻറ്റൈൻ പോയിന്റുകളിലേക്ക് വന്നതും മാർക്ക് ആ സ്പിരിച്വൽ എനർജിയെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും പതുക്കെ പതുക്കെ ചലിപ്പിച്ചു തുടങ്ങിയാണ്. മാർക്കിന് ഇപ്പോൾ അത് പറ്റും. സ്പിരിച്വൽ എനർജി ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ചലിപ്പിക്കാൻ മാർക്കിനിപ്പോൾ നിഷ്പ്രയാസം പറ്റുന്നുണ്ട്. മാർക്ക് ഫെല്ലർ ആദ്യം പഠിച്ചത് സ്പിരിച്വൽ എനർജി ഗ്യാദർ ചെയ്യാനാണ്. അവന്റെ ശരീരത്തിനുള്ളിലേക്ക് സ്പിരിച്വൽ എനർജി എത്തിക്കാൻ പഠിച്ച മാർക്ക് ഫെല്ലർ രണ്ടാമത് പഠിച്ചത് സ്പിരിച്വൽ എനർജി റിഫൈൻ ചെയ്തെടുക്കാനാണ്. ഔഷധ സസ്യങ്ങളിൽ കാണപ്പെടുന്ന സ്പിരിച്വൽ എനർജിയെ ഒരു ഗുളിക രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ, റിഫൈൻ ചെയ്തെടുക്കാൻ മാർക്ക് പഠിച്ചത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. അങ്ങനെ റിഫൈൻ ചെയ്യുന്ന ഗുളികകൾ വഴി ശരീരത്തിനുള്ളിൽ അവന്റെ സ്പിരിച്വൽ എനർജി ഉറപ്പിക്കുന്ന പ്രക്രിയ, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രക്രിയ മാർക്ക് വിജയകരമായി ചെയ്തു വരികയാണ്. ഇപ്പൊ മാർക്ക് ആ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിന്റെ 7th ലെവലിലാണ്. മാർക്ക് ആ സഞ്ചിയിലിരിക്കുന്ന ആ ഡിവൈൻ ഗുളികയിൽ നിന്ന് ഏകദേശം പകുതിയോളം കഴിച്ചപ്പോഴത്തേക്കും നേരം പുലർന്ന് ഏകദേശം ഒരു 7-8 മണിയാകുമ്പോഴാണ് നീൽ ഫ്ലെമിംഗ് മടങ്ങി വരുന്നത്. അവൻ ഒന്ന് കറങ്ങാൻ പോയിട്ട് വന്നതാണ്. വീട്ടിലേക്ക് കടന്ന നീൽ ഫ്ലെമിംഗ് ഓടി മാർക്കിന്റെ മുറിയിലെത്തി. മാർക്ക് എന്താ സംഭവം? ഒരു മരം വീണ് കിടക്കുന്നു, ഇവിടെ എന്തോ പ്രശ്നമുണ്ടായതുപോലെ തോന്നുന്നു. മാർക്കിന്റെ വീടിന്റെ മുൻവശത്ത് കടന്നു വരുന്ന ഏതൊരാൾക്കും ആ പൂമുഖത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായതിന്റെ സൂചന കിട്ടും. തലേദിവസം രാത്രി ജിയാങ് ബ്ലാക്കും മാർക്കും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. ജിയാങ് ബ്ലാക്കും ഹാൻവേ സ്റ്റേഷനിലെ ആളുകൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. അതിന്റെ ഫലമായിട്ടും ആ മരം വീണതിന്റെ ഫലമായിട്ടും അവിടെ ആകെ അലങ്കോലമാണ്. അത് കണ്ടതുകൊണ്ടാണ് നീൽ ഫ്ലെമിംഗ് ആ ചോദ്യം ചോദിച്ചത്. നീൽ ഫ്ലെമിംഗ് അങ്ങനെ ചോദിച്ചതും മാർക്ക് നീലിനോട് പറഞ്ഞു, അതൊന്നും സാരമില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും നീല് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഒരു സ്ഥലത്തായിരുന്നു. മാർക്ക്, ശരിക്കും എന്നെ അതിശയപ്പെടുത്തിയിരിക്കുന്ന ആ സ്ഥലം. മാർക്ക്, അവിടെ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജിയാണ്. മാർക്കിനെ ആ സ്ഥലം കൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ എത്തിയത് തന്നെ. അങ്ങനെ നീല് പറഞ്ഞപ്പോൾ മാർക്ക് അകത്തുനിന്ന് ഒരു സഞ്ചി എടുത്തുകൊണ്ടുവന്ന് നീലിന് കൊടുത്തു. നീൽ, ഇത് നിനക്കുള്ളതാണ്. മാർക്ക്, എന്താ ഇത്? നീ നോക്ക്. അങ്ങനെ മാർക്ക് പറഞ്ഞതും നീല് ആ സഞ്ചിക്കകത്തേക്ക് നോക്കി. അകത്ത് ഒരുപാട് ഗുളികൾ കിടക്കുകയാണ്. മാർക്ക്, ഇത് ഒരുപാട് ഗുളികളുണ്ടല്ലോ. നീൽ, നീ ഇതിൽ നിന്ന് ഓരോ ഗുളിക ദിവസവും കഴിച്ചാൽ മതി. ഇത് നിന്നെ ശരിക്കും സഹായിക്കും. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞ ആ സഞ്ചി നീലിനെ ഏൽപ്പിച്ചതിന് ശേഷം മാർക്ക് ജിയാങ്കുവിനെ വിളിച്ചു. ജിയാങ്കു, എനിക്ക് ഈ ചിൽഷറിലെ ശക്തന്മാരെയൊക്കെ ഒന്ന് കാണണമല്ലോ. ശക്തരായ ഫാമിലികൾ, മാർഷൽ ആർട്ടിസ്റ്റുകളുള്ള ഫാമിലികൾ, അവരെ എനിക്കൊന്ന് കാണണം. അങ്ങനെ ആരൊക്കെ ഇവിടെ ഉള്ളത്? മാർക്ക്, അങ്ങനെ 4 കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ആ 4 കുടുംബങ്ങളുടെ കാരണവന്മാരെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിപ്പിക്കും. ഞാൻ അവിടെ വരാം ഇന്ന് വൈകുന്നേരം ഒരു 4:30 മണിയായപ്പോഴേ ചിൽ ടൗണിലെ പ്രമുഖരായ 4 കുടുംബങ്ങളുടെ നേതാക്കന്മാർ ജിയാങ്കുവിൻ്റെ വാസത്തിലെത്തി. ആ വന്നതിൽ അല്പം പ്രായമുള്ള കക്ഷി വിൽഫർഡാണ്. അയാൾ ഒരു വലിയ കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ്. വിൽഫർഡ് ജിയാങ്കുവിനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ജിയാങ്കു, എന്താ പെട്ടെന്ന് മാർക്ക് ഫെല്ലർ ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? വിൽഫർഡ്, സത്യമായിട്ടും എനിക്കും കാര്യം അറിയത്തില്ല. എന്തായാലും മാർക്ക് ഇപ്പോൾ എത്തും, മാർക്കിനോട് തന്നെ നമുക്ക് ചോദിക്കാം. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ അവിടേക്ക് വന്നു. മാർക്ക് ഫെല്ലറെ കണ്ടപ്പോൾ ആ 5 പേരും എണീറ്റ് മാർക്ക് ഫെല്ലറെ വണങ്ങുകയും ചെയ്തു. ജിയാങ്കു മാർക്ക് ഫെല്ലറെ വണങ്ങുന്നത് കണ്ടപ്പോഴാണ് ബാക്കി 4 പേരും മാർക്കിനെ വണങ്ങിയത്. മാർക്ക് അവർക്ക് മുന്നിലായി ഒരു കസേരയിലിരുന്നു. മാർക്ക് അവരെ 4 പേരെ ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്.
മാർക്ക് അങ്ങനെ പറഞ്ഞതും ആ നാലംഗ ടീമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കക്ഷി ജേക്കബ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എന്തിനാ മടിച്ചു നിൽക്കുന്നത്, എന്താണെങ്കിലും പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങളുടെ 4 പേരുടെ കുടുംബങ്ങൾ ഇന്നു മുതൽ എനിക്ക് കീഴിലാകണം. മാർക്ക് പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥം ആദ്യം ആ 4 പേർക്കും മനസ്സിലായില്ല. ഒരു നിമിഷം അവർ 4 പേരും മുഖത്തോട് മുഖം ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ അതിലെ ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങൾ കിങ് ഓഫ് സിൽഷെയറോ മറ്റോ ഒക്കെ ആയിരിക്കാം, അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ ആളുകൾ കിങ് ഓഫ് സിൽഷെയർ എന്ന് വിളിക്കുമ്പോൾ അത് കേട്ട് നിങ്ങൾ വലിയ സംഭവമായെന്ന് സ്വയം തോന്നുകയാണെങ്കിൽ സോറി, ഞങ്ങളടുത്ത് ആ പരിപാടി നടക്കില്ല. ജേക്കബ് അങ്ങനെ പറഞ്ഞതും മാർക്കിനെ വലത് കൈ ഒന്ന് അനങ്ങിയതും ഒരേ നിമിഷത്തിലാണ്. അടുത്ത നിമിഷത്തിൽ ജേക്കബ് തെറിച്ച് ആ മുറിയുടെ ചുവരിലിടിച്ച് താഴേക്ക് വീണു. ശരിക്കും ഒരു വലിയ ഹാളിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ജിയാങ്കുവിന്റെ വസതിയിൽ ഒരു 200-ലധികം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഹാളുണ്ട്. ആ ഹാളിനകത്തുള്ള സോഫയിലാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ജേക്കബ് തെറിച്ചുപോയി ചുവരിലിടിച്ച് താഴെ വീണപ്പോൾ ബാക്കി 3 പേരും ഒന്ന് ഭയന്നു എന്ന് പറയാം. പക്ഷെ അടുത്ത നിമിഷം തന്നെ അതിൽ പ്രായം കൂടിയ ആള് വിൽഫ്രഡ് ചാടി എണീറ്റ് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ഈ ജിയാങ്കു നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തിയതുപോലെ ഞങ്ങളൊക്കെ മുട്ടുകുത്തുമെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നെങ്കിൽ അത് നടക്കില്ല. അങ്ങനെ വിൽഫ്രഡ് പറഞ്ഞ ആ നിമിഷത്തിൽ മാർക്കിന്റെ അടുത്തുള്ള സീറ്റിലിരിക്കുന്ന ജിയാങ്കു ചാടി എണീറ്റ് അതിവേഗതയിൽ വിൽഫ്രഡിന്റെ അടുത്തെത്തി. വിൽഫ്രഡിന്റെ അടുത്തെത്തിയ ജിയാങ്കു വിൽഫ്രഡിനെ കഴുത്തി പിടിച്ച് നേരെ പോക്കി. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ജിയാങ്കു വിൽഫ്രഡിനെ എടുത്തു പോക്കുന്നത്. വിൽഫ്രഡ് ശരിക്കും പൊക്കും തടിയൊക്കെയുള്ള ആളാണ്. ആ ആളെയാണ് ജിയാങ്കു ഒരു കൈ കൊണ്ട് എടുത്ത് പൊക്കി നിർത്തിയത്. ജിയാങ്കുവിന്റെ കൈ അയാളുടെ കഴുത്തിൽ ഇങ്ങനെ മുറുകുന്ന കണ്ടതും വിൽഫ്രഡ് ലേശം ബുദ്ധിമുട്ടി ജിയാങ്കുവിനോട് പറഞ്ഞു, ഏയ് ജിയാങ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അതിന് മറുപടി പറയാതെ ജിയാങ്കു ആ കഴുത്ത് ഒന്നുകൂടി അമർത്തുകയാണ്. അത് കണ്ടതും ബാക്കി 2 ആളുകളും മുട്ടിടിച്ച് താഴെ വീണ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, കിങ് ഓഫ് സിൽഷെയർ, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഈ നിമിഷത്തിൽ ആ ചുവരിൽ ഇടിച്ചു വീണിരുന്ന ആ ചെറുപ്പക്കാരൻ ജേക്കബും അതേ വാചകം പറയുകയാണ്. അത് കണ്ടതും ജിയാങ്കു വിൽഫ്രഡിന്റെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. ആ നിമിഷത്തിൽ ആകാശത്തിൽ നിൽക്കായിരുന്ന വിൽഫ്രഡ് നേരെ താഴേക്ക് വീണ അയാൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബം എന്തു വേണമെങ്കിലും ചെയ്യാം. അവരുടെ ആ മറുപടി കേട്ട മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഈ 4 കുടുംബങ്ങളും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എല്ലാ കൊല്ലവും ചെറിയ ബിസിനസ്സുകാരിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മെഡിസിനൽ ഹെർബ്സ് ഒരു ദാതാ ഫീസായി കളക്ട് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ അവർക്ക് പണമൊന്നും കൊടുക്കുന്നില്ല എന്നതും എനിക്കറിയാം. ഞാനും നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോകുന്നത് അതേ സംഭവമാണ്. പക്ഷെ എനിക്ക് നിങ്ങൾ ഓരോ മാസവും മെഡിസിനൽ ഹെർബ്സ് എത്തിച്ചു തരണം. ഗുണമേന്മയുള്ള ആ മെഡിസിനൽ ഹെർബ്സ് നിങ്ങൾ എത്തിക്കാൻ വിസമ്മതിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ കുടുംബത്തെ ഞാൻ അവസാനിപ്പിക്കും. പിന്നെ നിങ്ങളിത് എനിക്ക് വെറുതെ നൽകുന്നു വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് പോക്കറ്റിൽ കൈയിട്ട് 3 ഗുളിക കയ്യിലെടുത്തു. അതിനുശേഷം മാർക്ക് ആ ഗുളിക ഓരോന്നോരോന്നായിട്ട് ആ 4 പേരുടെയും കൈകളിലേക്ക് എറിഞ്ഞു കൊടുത്തു. ഇത് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായമായ ഗുളികയാണ്. ഈ ഗുളിക നിങ്ങൾ കഴിച്ചാൽ നിങ്ങളിപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നു ആ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് അനായാസം കടക്കും. മാർഷൽ ആർട്ടിസ്റ്റുകൾ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഈ മെഡിസിനൽ ഹെർബ്സ് കൊണ്ടുവരുന്നതും അതിനെ റിഫൈൻ ചെയ്യുന്നതും ഗുളിക ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ. ഇവിടെ ഇപ്പോൾ മാർക്ക് ആ ഗുളികകൾക്ക് പകരമായി അവർക്ക് റിഫൈൻ ചെയ്ത ഗുളികകൾ കൊടുക്കാമെന്ന് പറയുക മാത്രമല്ല കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ 4 പേരും അവിടെ മൈൻഡ് സെറ്റ് അങ്ങ് മാറ്റി. അവർ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പറഞ്ഞ കാര്യം ഞങ്ങൾ 100% അംഗീകരിക്കുന്നു. അങ്ങനെ ആ 4 സംഘം പറഞ്ഞ അതേ നിമിഷത്തിൽ ഒരു ശബ്ദം അല്പം ദൂരെന്ന് കേട്ടു. ഏയ് കിങ് ഓഫ് സിൽഷെയർ, നിങ്ങളെന്താ പാവപ്പെട്ട ആളുകളെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് കാര്യങ്ങൾ സാധിപ്പിക്കുകയാണോ? അങ്ങനെ ഒരു ചോദ്യം പെട്ടെന്നാണ് അവിടെ ഉയർന്നു കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആ എൻ്റെ ടീമും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഹാളിന് നേരെ ജിയാങ്കുവിൻ്റെ വസതിയിലേക്ക്
ഒരാൾ നടന്നു വരികയാണ്. നല്ല ഉറച്ച ശരീരമുള്ള ഒരു മനുഷ്യനാണ് നടന്നു വരുന്നത്. പക്ഷെ അയാൾക്ക് ലേശം പ്രായമുണ്ട്. അയാളെ കണ്ട മാത്രയിൽ ജിയങ്കു ചാടി എണീറ്റ് ആഗതന് നേരെ ഓടുകയാണ്. മാസ്റ്റർ ഗവിൻ, ഇതെന്താ അതിശയമായിരിക്കുന്നു, വരണം. മാസ്റ്റർ ഗാവിൻ ജെറാൾഡാണ് അങ്ങോട്ട് വരുന്നതെന്ന് കണ്ടതും ബാക്കിയുള്ള 4 പേരും കൂടി ചാടി എണീറ്റ് ആ ആഗതനെ വഴങ്ങുകയാണ്. അവരെല്ലാവരും തലകുനിച്ച് ആഗതനെ വഴങ്ങിയതും മാർക്ക് ഫെല്ലറും തലകുനിച്ചു. ആ 4 പേരും തലകുനിച്ച് വണങ്ങിയതും മാർക്ക് ഫെല്ലർ അദ്ദേഹത്തെ കണ്ട് ഒന്ന് തലകുനിച്ച് ബഹുമാനം കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ മാർക്ക് ഫെല്ലറും ഗവിനും തമ്മിലുള്ള അകലം ഏകദേശം ഒരു 15 അടി വരും. ആ 15 അടി ദൂരത്ത് വെച്ച് മാസ്റ്റർ ഗവിൻ ജെറാൾഡ് മാർക്കിനോട് ചോദിച്ചു, ഏയ് നീയാണോ മാർക്ക് ഫെല്ലർ? അതെ മാസ്റ്റർ ഗവിൻ, ഞാനാണ് മാർക്ക് ഫെല്ലർ. മാസ്റ്റർ ഗാവിൻ ജെറാൾഡും മാർക്ക് ഫെല്ലറും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണെന്നുള്ള കാര്യം മാർഷൽ ആർട്സ് ഫോറത്തിൽ വന്നതാണ്. ആ ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്യാനായി ഒരുപാട് ലേഖകരൊക്കെ ചിൽടൗണിൽ എത്തിയിരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ ഫൈറ്റ് നടന്നില്ല. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഗവിൻ ജെറാൾഡ് എത്തിയിരിക്കുകയാണ്. ഗവിൻ ജെറാൾഡിന്റെ ശിഷ്യൻ ഫെലിക്സിനെ പൊങ്ങി വരുന്ന വാലിയിൽ വെച്ച് മാർക്ക് കൊന്നിരുന്നു. ഫെലിക്സ് അന്ന് തന്നെ അവന്റെ ഗുരു ജെറാൾഡാണെന്ന് എല്ലാവരും കേൾക്കെ പറഞ്ഞതാണ്. അവനെ കൊന്നാൽ അവന്റെ ഗുരു ജെറാൾഡ് അവനെ വെറുതെ വിടില്ല എന്ന് മരിക്കുന്നതിന് മുമ്പ് ഫെലിക്സ് മാർക്കിനെ ഓർമ്മിപ്പിച്ചതുമാണ്. ഈ സംഭവം എല്ലാവർക്കും അറിയാം. അതറിയാവുന്ന ജിയാങ്കു ഗവിനോട് പറഞ്ഞു, മാസ്റ്റർ ഗവിൻ, ദയവായി ക്ഷമിക്കണം, മാർക്ക് ഫെല്ലർ ആൾ നിരപരാധിയാണ്. അന്നത്തെ ആ സംഭവത്തിൽ സത്യമായിട്ടും മാർക്കിന് വലിയ പങ്കൊന്നുമില്ല. അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ ജെറാൾഡിനോട് ബോധ്യപ്പെടുത്താനായിട്ട് ജിയാങ്കു ശ്രമിച്ചതും ജെറാൾഡ് വലത് കൈ അയാളൊന്ന് ഉയർത്തിയതിനു ശേഷം ജെറാൾഡ് നടന്ന് മാർക്കിനടുത്തെത്തി. വലത് കൈ ഉയർത്തി ജിയാങ്കുവിനെ ഒന്ന് തടസ്സപ്പെടുത്തിയതിനു ശേഷം ജെറാൾഡ് മാർക്കിനെതിരെ നടന്നു തുടങ്ങി. മാർക്കിനടുത്തേക്ക് നടക്കുന്ന ജെറാൾഡ് മാർക്കിന്റെ തല മുതൽ കാൽപാദം വരെ ഒന്ന് സ്കാൻ ചെയ്യുന്നുണ്ട്. മാർക്കിന് ഏകദേശം 5 അടി അടുത്തെത്തിയ ജെറാൾഡ് മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് പതുക്കെ സ്വയം പറഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിന്റെ തനി പകർപ്പ് തന്നെ. ആ ഡയലോഗ് പതുക്കെയാണെങ്കിലും മാർക്കും കേട്ടു. മാർക്ക് അമ്പരപ്പോടെ ജെറാൾഡ് നോക്കി. മാസ്റ്റർ ഗവിൻ, അങ്ങ് എന്താ പറഞ്ഞേ? അതൊന്നും കാര്യമില്ല. മാർക്ക് എങ്ങനെ ചോദിച്ചപ്പോ അതിന് ഉത്തരം പറയാതെ ജെറാൾഡ് മാർക്കിനോട് പറഞ്ഞു, കിങ് ഓഫ് ചിൽഷെയർ, നിന്നെ ഞാനൊന്ന് നേരിടണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. ഇന്നേക്ക് 3-ാം ദിവസം ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. അവിടെ വെച്ചാകാം നമ്മുടെ ഏറ്റുമുട്ടൽ. ഗ്രാൻഡ് മാസ്റ്ററിന്റെ 5ാമത്തെ ലെവലിലെ പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ആളാണ് സാക്ഷാൽ ഗവിൻ ജെറാൾഡ്. ഗവിൻ ജെറാൾഡുമായി മാർക്ക് ഫെല്ലർ ഏറ്റുമുട്ടിയാൽ മാർക്ക് ഫെല്ലർ അവിടെ അവസാനിക്കുമെന്ന് മാർക്കിനും അറിയാം, കേട്ടു നിൽക്കുന്ന ആളുകൾക്കും അറിയാം. മാർക്ക് ഗവിനെ ഒന്ന് നോക്കിയപ്പോൾ ഗവിൻ ശബ്ദം താഴ്ത്തി മാർക്കിനോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്റെ ലെവലിലാണ് നിന്നോട് മത്സരിക്കാൻ പോകുന്നത്. വളരെ ശബ്ദം താഴ്ത്തിയാണ് ഗവിൻ ജെറാൾഡ് ആ വാചകം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നടന്നു. സെക്കൻഡുകൾ കൊണ്ട് അയാൾ അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. വിശ്വസിക്കാൻ പറ്റാത്ത വേഗതയാണ് നല്ല പ്രായമുള്ള ആ മനുഷ്യനുള്ളതെന്ന് അയാളുടെ ആ പോക്ക് കണ്ട സകലർക്കും അറിയാം. മാസ്റ്റർ ഗവിൻ ജെറാൾഡ് പോയതിന്റെ പിന്നാലെ ചിൽഷെയറിലെ ആ പ്രമുഖ കുടുംബങ്ങളിലെ 4 കുടുംബാംഗങ്ങളും അവിടുന്ന് യാത്രയായി. അവർ പോയി കഴിഞ്ഞതും ജിയാങ്കു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ മാസ്റ്റർ ഗവിൻ ആൾ അതിശക്തനാണ്. മാർക്ക് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുകയോ മത്സരത്തിൽ നിന്ന് ഫൈറ്റിൽ നിന്ന് ഒഴിയുകയോ വേണം. ജിയാങ്കു അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ജിയാങ്കുവിനോട് പറഞ്ഞു, ഞാൻ ആലോചിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലേക്കുള്ള യാത്രയിൽ മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ ചോദ്യമാണ്, എന്തുകൊണ്ടായിരിക്കും മാസ്റ്റർ ഗവിൻ ലെവല് താഴ്ത്തി എന്നോട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞത്? മാർക്ക് ഫെല്ലറുടെ അതേ ലെവലിലേക്ക് ഇറങ്ങി മാർക്ക് ഫെല്ലറോട് ഫൈറ്റ് ചെയ്യാമെന്നാണ് മാസ്റ്റർ ഗവിൻ ജെറാൾഡ് പറഞ്ഞത്. എന്തുകൊണ്ടാകാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ആ ഒരു ചോദ്യം മാർക്കിനെ വല്ലാതെ അലട്ടുകയാണ്. അതിന്റെ ഉത്തരം മാർക്കിനെ കൊണ്ട് കിട്ടുന്നില്ല. അതേ സമയത്ത് ഈ ജെറാൾഡ് പറഞ്ഞ ഒരു വാചകം അവ്യക്തമായെങ്കിലും കേട്ടത് മാർക്കിന്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ എന്നൊരു വാചകമാണ് ജെറാൾഡ് പറഞ്ഞത്. ജെറാൾഡ് എന്താ ഉദ്ദേശിച്ചത്? അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് മാർക്ക് അവന്റെ വസതിയിൽ മടങ്ങിയെത്തുന്നത്. വസതിയിൽ മടങ്ങിയെത്തിയ മാർക്ക്
നേരത്തെ പോലെ വീടിന് ചുറ്റും ഒരു കളം വരയ്ക്കാനൊന്നും ശ്രമിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിൻ്റെ ആവശ്യമില്ല. ജെറാൾഡ് തന്നെ പറഞ്ഞിരിക്കുന്നത് ജെറാൾഡ് മാർക്കിന്റെ ലെവലിലോട്ട് ഇറങ്ങി മാർക്കിനോട് പൊരുതുമെന്നാണ്. അപ്പൊ പിന്നെ കളത്തിന്റെ ആവശ്യമില്ല. എന്നാലും സ്വന്തം ശക്തി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള മാർക്ക് അവന്റെ കൈവശമുള്ള ആ ഗുളികകൾ കഴിച്ചുകൊണ്ട് വീണ്ടും ബ്രീത്തിങ് എക്സസൈസും പ്രാക്ടീസും സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മാർക്ക് ഫെല്ലർ അവന്റെ പ്രാക്ടീസിൽ മുഴുകി നിൽക്കുമ്പോൾ മാർഷൽ ആർട്സ് ഫോറത്തിൽ ഈ വാർത്ത വീണ്ടും വന്നു. ജിയാങ് മിങ് മേഖലയിലെ അതിശക്തനായ മാർഷൽ മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്റർ ഗാവിൻ ജെറാൾഡ് കിങ് ഓഫ് ചിൽഷെയർ മാർക്ക് ഫെല്ലറുമായി ഏറ്റുമുട്ടുന്ന വാർത്തയാണ് മാർഷൽ ആർട്സ് ഫോറത്തിലുള്ളത്. ഡേറ്റ് ഉൾപ്പെടെയാണ് വാർത്ത. ആ വാർത്ത വായിച്ചതും ജിയാങ് മിങ് മേഖലയിലെ മാർഷൽ ആർട്സ് ഫോറത്തിൻ്റെ ഭരണാധികാരികൾ കുറെ ലേഖകരെ ചിൽഷെയറിലേക്ക് അയച്ചു. നേരത്തെ ഒരു തവണ ആ ലേഖകർ അവിടെ എത്തിയതാണ്. അന്ന് ഫൈറ്റൊന്നും നടക്കാതെ പോയതുകൊണ്ട് അവർക്കൊരു ന്യൂസും കിട്ടിയിരുന്നില്ല. ഇപ്രാവശ്യം പക്ഷേ എന്തായാലും ഫൈറ്റ് നടക്കുമെന്ന് ഏകദേശം ഒരു ധാരണ അവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തലേദിവസം രാത്രി ആയപ്പോഴേ ആളുകൾ ആ വീടിന് സമീപത്ത് വന്ന് ക്യാമറയൊക്കെ സ്ഥാപിച്ച് പല സ്ഥലത്തായി അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ജെറാൾഡും മാർക്കും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ദിവസം എത്തി. രാവിലെ നേരം പുലർന്നു. മാർക്ക് റെഡിയായി മുറ്റത്ത് നിൽക്കുകയാണ്. മാർക്കിനെ റോഡിന്റെ മറുഭാഗത്തേക്കുന്ന ക്യാമറയിലൂടെ ഒപ്പിയെടുക്കുകയാണ് അവിടെയുള്ള ലേഖകർ. സമയം അതിവേഗം കടന്നു പോവുകയാണ്. പകൽ ഏതാണ്ട് തീരാറായപ്പോഴാണ് അവിടേക്ക് സാക്ഷാൽ മാസ്റ്റർ ഗാവിൻ ജെറാൾഡ് എത്തുന്നത്. ഗാവിൻ ജെറാൾഡ് മാർക്കിന്റെ ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. മാർക്ക്, നീ റെഡിയായി ഇരിക്കുകയാണല്ലേ? മാസ്റ്റർ, അങ്ങ് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ റെഡിയായിരിക്കുകയാണ്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ഗാവിൻ ജെറാൾഡ് അയാളുടെ വലത് കൈ അയാളുടെ പുറകുവശത്ത് ഇങ്ങനെ ജസ്റ്റ് കാഷ്വലായിട്ട് വീശുകയാണ്. അയാൾ അങ്ങനെ കൈ വീശിയതും ഒരു ചെറു കാറ്റ് ആ കൈയുടെ ചലനത്തിനനുസരിച്ചുണ്ടാവുകയാണ്. ആ കാറ്റ് അയാളുടെ കൈയുടെ ഭാഗത്ത് നിന്ന് ചെറുതായിട്ടാണ് ഉണ്ടായെങ്കിലും പെട്ടെന്ന് ആ കാറ്റിൻ്റെ ശക്തിയും കൂടി. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ക്യാമറയുമായി കാത്തു നിന്നിരുന്ന ലേഖകരൊക്കെയും താഴെ വീണ് കിടക്കുന്നതാണ്. ശരിക്കും ആ മുഴുവൻ ആളുകളെയും ആ കാറ്റ് ഒന്ന് ബോധം കെടുത്തി എന്ന് പറയാം. ഏകദേശം ഒരു ഡസനിലധികം ലേഖകർ അവിടെ ഉണ്ടായിരുന്നു. ആ ലേഖകരൊക്കെ അവർ പോലും അറിയാതെ താഴേക്കിങ്ങ് വീഴുകയായിരുന്നു. വീണുടൻ അവിടെ ബോധം നഷ്ടമാകുകയും ചെയ്തു. മാർക്ക് ഫെല്ലർ നേരത്തെ തന്നെ അവരെ കണ്ടിരുന്നതാണ്. അവരെല്ലാം ബോധം കെട്ട് താഴെ വീഴുന്ന കണ്ടതും മാർക്ക് വല്ലാത്തൊരു അതിശയത്തോടെ മാസ്റ്റർ ഗാവിൻ ജെറാൾഡിനെ നോക്കിയതും ഗാവിൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിന്റെ 9ാമത്തെ ലെവലിൽ അങ്ങനെ ഇടിച്ചു നിൽക്കുകയാണല്ലേ? ഓക്കെ, എന്തായാലും ഞാനും 9ാമത്തെ ലെവലിലേക്ക് ഇറങ്ങാം. മാർക്ക് ഉപയോഗിക്കുന്ന കൾട്ടിവേഷൻ ടെക്നിക്കിനെ കുറിച്ച് എതിരാളിയായ കക്ഷി പറഞ്ഞപ്പോൾ മാർക്കിന് ശരിക്കും അതിശയം തോന്നുകയാണ്. മാർക്ക് ഇതുവരെ പരിചയപ്പെട്ട ആളുകളിൽ ഒരേ ഒരാൾ മാത്രമാണ് മാർക്കിന്റെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്. അത് വിന്നി ഫാങ് ആണ്. അന്ന് ആ ഡിവൈൻ മെഡിസിൻ സംഘടിപ്പിക്കാൻ പോയപ്പോഴാണ് വിന്നി ഫാങ്ങിനെ മാർക്ക് പരിചയപ്പെടുന്നത് തന്നെ. പക്ഷെ ഇപ്പോൾ ഇത് മാർക്കിന്റെ ആ കൾട്ടിവേഷൻ ടെക്നിക്കിലെ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിനെ കുറിച്ചും മാർക്ക് ആ സ്റ്റേജിൽ എത്രാമത് നിൽക്കുന്നുവെന്നും എതിരാളിയായ ഗാവിൻ ജെറാൾഡ് വ്യക്തമായി പറയുകയാണ്. മാർക്കിന്റെ മുഖത്ത് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു അതിശയവും അമ്പരപ്പൊക്കെയുണ്ട്. മാർക്ക് അതിന് പക്ഷേ പ്രാധാന്യം കൊടുക്കാതെ മാസ്റ്റർ ഗാവിൻ ജെറാൾഡ് പറഞ്ഞു, മാസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെന്താ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗാവിൻ ജെറാൾഡ് മുന്നോട്ട് കുതിച്ചു. ഗാവിൻ ജെറാൾഡ് അയാളുടെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ് ഏറ്റുമുട്ടുന്നത്. മാർക്ക് ഫെല്ലറും അങ്ങനെ തന്നെ. ഗ്രാൻഡ് മാസ്റ്റർ 5th ലെവലിൽ നിൽക്കുന്ന ആളാണ് ഗാവിൻ ജെറാൾഡ്. മാർക്കാണെങ്കിൽ സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിന്റെ 9ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആളാണ്. ഇത് രണ്ടും സമാന്തരമായി പോകുന്ന രണ്ട് സെക്ഷനുകളാണ്. സാധാരണ രീതിയിൽ ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ വളർച്ച അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇന്റേണൽ എനർജി അളന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാം. മാർക്കിന്റെ ശരീരത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഇന്റേണൽ എനർജി അളന്നാൽ ഏതൊരാൾക്കും മനസ്സിലാവുക അയാളൊരു
ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്റർ ഹാൻസ് ആണെന്നാണ്. മാസ്റ്റർ പോലും ആയിട്ടില്ല. അതിനുശേഷമാണ് ഗ്രാൻഡ് മാസ്റ്റർ. ആ ഗ്രാൻഡ് മാസ്റ്ററിലെ 5ാമത്തെ ലെവലിൽ നിൽക്കുന്ന ജെറാൾഡ് അയാളുടെ ആ ഇന്റേണൽ സ്ട്രെങ്ത് കപ്പാസിറ്റി മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് അതിശക്തമായി മാർക്കിനൊന്ന് ഇടിച്ചു. മാർക്ക് തിരിച്ചു പിടിച്ചു. രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയ ആ നിമിഷത്തിൽ രണ്ടുപേരും പുറകോട്ട് നീങ്ങി. ജെറാൾഡ് ഏകദേശം ഒരു 5-6 സ്റ്റെപ്പ് പുറകോട്ട് നീങ്ങിയിരിക്കുകയാണ്. മാർക്ക് ഒരു 2-3 സ്റ്റെപ്പ്. ജെറാൾഡിന്റെ മുഖത്ത് ശരിക്കൊരു അതിശയമുണ്ട്. ജെറാൾഡ് അയാളുടെ കയ്യിലേക്കൊന്ന് നോക്കി. കൈ ഏതാണ്ട് പൊട്ടിയിട്ടുണ്ട്. ഏയ് മാർക്ക്, കൊള്ളാം, നീ ആൾ മിടുക്കൻ തന്നെയാണ്. അങ്ങനെ ജെറാൾഡ് പറഞ്ഞതും മാർക്ക് പിന്നെ മുന്നോട്ട് കുതിച്ചു. മാർക്ക് മുന്നോട്ട് കുതിച്ചു വന്നതും ജെറാൾഡ് ഒന്ന് ഒഴിഞ്ഞു. മാർക്ക് ജെറാൾഡിനെ ഇടിക്കാനായി പല വിധത്തിൽ ശ്രമിച്ചെങ്കിലും ജെറാൾഡ് ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു. ജെറാൾഡിന് ആദ്യത്തെ ഇടി മാർക്കിന്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ഒരു കാര്യം ബോധ്യമായിരുന്നു. മാർക്ക് ഫെല്ലറുടെ ബോഡി അൺബിലീവബിളി സ്ട്രോങ് ആണ്. ആ ബോഡിയുള്ള ഒരാളോട് ശരീരശക്തി ഉപയോഗിച്ച് മാത്രം എതിരിടുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ ജെറാൾഡിന് ഉണ്ടായതുകൊണ്ടാണ് ജെറാൾഡ് ഫിസിക്കൽ കോണ്ടാക്ട് ഒഴിവാക്കുന്നത്. ജെറാൾഡ് മാർക്കിനെ ഏതാണ്ട് കബളിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുകയാണ്. ഇതിനിടയിൽ മാർക്ക് 2-3 തവണ ജെറാൾഡിന്റെ പുറത്ത് ഇടി പറ്റിക്കുകയും ചെയ്തു. ഒരു ഇടി കാര്യമായിട്ട് തന്നെ ജെറാൾഡിന് കിട്ടി. ജെറാൾഡ് ആ ഇടിയേറ്റ് 1-2 സ്റ്റെപ്പ് പുറകോട്ട് മറിഞ്ഞു. മാർക്ക് ഫെല്ലർ വീണ്ടും തന്റെ അടുത്തേക്ക് വരുന്നത് കേട്ടതും പെട്ടെന്ന് ജെറാൾഡ് കൈയൊന്ന് അനക്കി. ആ നിമിഷത്തിൽ അയാളുടെ ബോഡിക്ക് ചുറ്റും ഒരു കവറിംഗ് ഉണ്ടായി. അത് കണ്ടതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു കവറിംഗ് ഉണ്ടാക്കി. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടായ ആ കവറിങ്ങും സ്വർണ്ണ നിറത്തിലാണ്. ജെറാൾഡിന്റെ ബോഡിക്ക് ചുറ്റുമുണ്ടായ കവറും സ്വർണ്ണ നിറത്തിലാണ്. മാർക്കിന്റെ അതേ ശൈലി തന്നെ ജെറാൾഡിനും ഉണ്ട്. അത് കണ്ടപ്പോൾ മാർക്കിന്റെ കൗതുകം പിന്നെയും കൂടുകയാണ്. മാർക്ക് വീണ്ടും ജെറാൾഡുമായി ഏറ്റുമുട്ടി തുടങ്ങി. ജെറാൾഡിന്റെ ബോഡിക്ക് കവറിങ് ആയതോടുകൂടി ജെറാൾഡിന്റെ പുറത്ത് പരിക്കേൽപ്പിക്കാനുള്ള മാർക്കിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു തുടങ്ങി. മാർക്ക് സെയിൻലി ബോഡി ടെക്നിക് 3 ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കിന് ഒറ്റ തോട്ടത്തിൽ ഇപ്പൊ ബോധ്യമാണ് ജെറാൾഡിന്റെ ബോഡിക്ക് ചുറ്റുമുള്ളതും അതുപോലെ സെയിൻലി ബോഡി ടെക്നിക്കാണ്. ലെവൽ 2 ആണോ ലെവൽ 1 ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിൽ ഒരു ഗോൾഡൻ പ്രകാശം ജെറാൾഡിന്റെ ബോഡിക്ക് ചുറ്റുമുണ്ട്. ഏതായാലും 3rd ലെവൽ അല്ല എന്ന് വ്യക്തമാണ്. അങ്ങനെ മാർക്ക് കരുതുമ്പോഴേക്കും ജെറാൾഡിന്റെ അതിശക്തമായ പഞ്ച് മാർക്കിന്റെ പുറത്തിടിച്ചു. ഇടിയേറ്റ് മാർക്ക് തെറിച്ച് താഴേക്ക് വീണു. മാർക്ക് ചാടി എണീറ്റ് ജെറാൾഡിനെ എതിരിടാൻ നോക്കിയെങ്കിലും ജെറാൾഡിന്റെ കൈവേഗത മാർക്കിന് തടുക്കാൻ പറ്റുന്നതിന് അപ്പുറത്തായിപ്പോയി. ഇടിയേറ്റ് മാർക്ക് ഫെല്ലർ താഴെ വീണു. ജെറാൾഡ് മാർക്കിനെ തൊടുന്നതേ ഇല്ല എന്നതാണ് സത്യം. മാർക്കിന്റെ അടുത്ത് വരാതെയാണ് ജെറാൾഡ് മാർക്കിനെ ഇടിച്ചിട്ടത്. ജെറാൾഡിന്റെ ബോഡിക്ക് ചുറ്റും ആ സുവർണ പ്രകാശം ഉണ്ടായ നിമിഷം മുതൽ ജെറാൾഡ് ഫൈറ്റ് ചെയ്യാൻ അയാളുടെ ഇന്റേണൽ സ്ട്രെങ്ത് കൂടി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇടിയേറ്റ് മാർക്ക് ഫെല്ലർ താഴെ വീണു. താഴെ വീണ മാർക്ക് ഏതാണ്ട് നിശ്ചലനായി കിടക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലെ ഒരാളുമായി ഏറ്റുമുട്ടാനുള്ള കപ്പാസിറ്റി മാർക്ക് ഫെല്ലർക്ക് ഇല്ല എന്ന് ആ കാഴ്ച വിളിച്ചു പറയുന്നുണ്ട്. അത് കണ്ടതും മാസ്റ്റർ ഗാവിൻ ജെറാൾഡ് നടന്ന് മാർക്കിന്റെ അടുത്തെത്തി. മാർക്കിന്റെ അടുത്ത് ജെറാൾഡ് എത്തിയതും കണ്ണു തുറന്ന മാർക്ക് അതിവേഗതയിൽ ഒരൊറ്റ ഇടി. ഇടിക്കുന്ന സമയത്ത് മാർക്ക് പറയുകയും ചെയ്തു, അബ്സല്യൂട്ട് ബിഗിനിങ് സാക്രഡ് ഫിസ്റ്റ്. മാർക്ക് തറയിൽ കിടന്നുകൊണ്ടാണ് ആഞ്ഞിടിക്കുന്നത്. അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് എന്ന് മാർക്ക് പറഞ്ഞുകൊണ്ട് ഇടിച്ചതും മാർക്കിന്റെ അടുത്തേക്ക് കുനിയായിരുന്ന ജെറാൾഡ് അയാളുടെ വലതും കൈമുഷ്ടി കൊണ്ട് അയാൾ മാർക്കിന്റെ ഐഡി തടുക്കുകയാണ്. തടുക്കുന്ന ആ സമയത്ത് അയാൾ പറയുന്ന വാചകം മാർക്കും കേട്ടു, അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ്. താൻ പറഞ്ഞ അതേ വാചകം ഇതാ ജെറാൾഡും പറഞ്ഞല്ലോ എന്ന് മാർക്കിന് തോന്നുമ്പോഴേക്കും മാർക്കിന്റെ ശക്തമായ പഞ്ച് ജെറാൾഡിന്റെ കയ്യിൽ പതിച്ചു കഴിഞ്ഞു. ഇടിയേറ്റ് ജെറാൾഡ് പുറകോട്ട് തെറിച്ചു. ആ നിമിഷത്തിൽ ചാടി എണീറ്റ് മാർക്ക് ഫെല്ലർ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റുമായി ജെറാൾഡിന്റെ നേരെ കുതിച്ചതും ജെറാൾഡിന്റെ ബോഡിയിൽ നിന്ന് ആ നിമിഷത്തിൽ ഇന്റേണൽ എനർജിയുടെ ഒരു വൻ എക്സ്പ്ലോഷൻ ഉണ്ടായി. ശരിക്കും ഇന്റേണൽ എനർജി അയാളുടെ ബോഡിയിൽ നിന്ന് പൊട്ടിത്തെറിക്കരുതെന്ന് പറയാം. ഒരു വല്ലാത്ത ശബ്ദത്തോടു കൂടി അയാൾക്ക് ചുറ്റും ഒരു പ്രഷർ വലയം ഇങ്ങനെ ഉണ്ടായി വന്നു. അത് കണ്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, മാസ്റ്റർ ഗെവിൻ, ഇത് ചീറ്റിംഗ് അല്ലേ, എന്നോട് എന്റെ ലെവലിൽ മത്സരിക്കാന്ന് പറഞ്ഞിട്ട്. അത് കേട്ടതും മാസ്റ്റർ ഗെവിൻ പറഞ്ഞു, നീ ചീറ്റ് ചെയ്തതോ, നീ വീണു എന്ന് കരുതിയില്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്, അപ്പോൾ നീ ചാടി എണീറ്റതോ, എന്നാലും ഞാൻ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലേ ഉപയോഗിച്ചോളൂ. അങ്ങനെ
മാർക്ക് പറഞ്ഞതും ഗവിൻ അയാളുടെ ബോഡിയിലെ ആ ഇന്റർണൽ എനർജി പിൻവലിച്ചു. അതിനുശേഷം അയാൾ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ എന്നാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഗാവിൻ ജെറാൾഡ് പറഞ്ഞതും മാർക്ക് ഗാവിനോട് ചോദിച്ചു, മാസ്റ്റർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഉപയോഗിച്ച അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രിഫിസ് മാസ്റ്റർ ഉപയോഗിച്ചല്ലോ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മാർക്ക് ആ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രിഫിസ് എന്നുള്ള ആ സ്പെൽ പഠിച്ചെടുത്തത് അവൻ്റെ അച്ഛൻ്റെ ശേഖരം നോക്കിയാണ്. അവൻ്റെ അച്ഛൻ അവനെ കൈമാറിയിരിക്കുന്ന ആ സീക്രട്ട് ശേഖരത്തിലുള്ള ഒരു മാന്ത്രിക വിദ്യ എങ്ങനെ മാസ്റ്റർ ഗാവിൻ പഠിച്ചു? അതാണ് മാർക്കിന് അറിയേണ്ടത്. മാർക്കിൻ്റെ ചോദ്യം കേട്ടതും ഗാവിൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, നിനക്ക് ഈ വിദ്യ കിട്ടിയത് നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നല്ലേ? എനിക്ക് വിദ്യ കിട്ടിയതും നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ. അച്ഛനെക്കുറിച്ച് പെട്ടെന്ന് ഗാവിൻ പറഞ്ഞപ്പോൾ മാർക്കിന്റെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. മാസ്റ്റർ എൻ്റെ അച്ഛൻ അറിയോ? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം കേട്ടപ്പോൾ ഗാവിൻ ഒന്ന് പുഞ്ചിരിച്ചു. ഗാവിൻ പുഞ്ചിരിക്കുന്നുണ്ടതും മാർക്ക് പിന്നെയും ഗാവിനോട് ചോദിക്കണം, മാസ്റ്ററിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? മാസ്റ്ററിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? മാസ്റ്റർ എൻ്റെ അച്ഛൻ എവിടെയുണ്ട്? എൻ്റെ അമ്മ എവിടെയുണ്ട്? തുരുതുര മാർക്ക് ഫെല്ലറുടെ ചോദ്യങ്ങൾ അങ്ങനെ വരികയാണ്. മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യങ്ങൾ കേട്ടതും ഗാവിൻ നടന്നു വന്ന് അവിടെയുള്ള ഒരു ചെറിയ കല്ലിന്റെ മുകളിലിരുന്നു. അതിനുശേഷം ഗാവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എനിക്ക് നിന്റെ അച്ഛനെ പരിചയമുണ്ട്. ഞാൻ നിന്റെ അച്ഛനെ പരിചയപ്പെടുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ അന്ന് മാർഷൽ ആർട്ടിസ്റ്റിൽ എൻ്റെ സമപ്രായക്കാരുടെ കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ആളാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സമപ്രായക്കാർക്ക് എല്ലാവർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. അപ്പോഴാണ് ഞാൻ നിന്റെ അച്ഛനെ പരിചയപ്പെടുന്നത്. തികച്ചും യാദൃശ്ചികവശാൽ ഞാൻ പരിചയപ്പെട്ടതാണ്. നിന്റെ അച്ഛൻ എന്നെ ഒന്ന് സഹായിച്ചു. അങ്ങനെയാണ് ഇന്ന് ഈ ജിയാങ്മിങ് മേഖല മുഴുവൻ അറിയുന്ന മാസ്റ്റർ ഗാവിൻ ജെറാൾഡ് ഉണ്ടാകുന്നത് തന്നെ. സത്യത്തിൽ എൻ്റെ ഈ സർനെയിം ഗാവിൻ പോലും നിന്റെ അച്ഛൻ സംഭാവന ചെയ്ത പേരാണ്. വെറും ജെറാൾഡ് മാത്രമായിരുന്ന ഒരു മാർഷൽ ആർട്ടിസ്റ്റിനെ ഇന്ന് ലോകമറിയുന്ന ഗാവിൻ ജെറാൾഡാക്കി മാറ്റിയത് മാർക്ക് ഫെല്ലറുടെ അച്ഛനാണെന്ന് ഗാവിൻ തന്നെ പറഞ്ഞപ്പോൾ മാർക്കിന് വല്ലാത്തൊരു അതിശയം. മാസ്റ്റർ എൻ്റെ അച്ഛൻ ശരിക്കും ശക്തനാണോ? മാർക്ക് നിന്റെ അച്ഛൻ ശക്തനാണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അതിന് എന്ത് ഉത്തരമാ പറയേണ്ടത്? എൻ്റെ അറിവിൽ നിന്റെ അച്ഛനേക്കാൾ ശക്തിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. മാസ്റ്റർ അപ്പോൾ നമ്മുടെ ഗോഡ് ഓഫ് വാർ ലാരി ഹോംസിനേക്കാൾ അച്ഛൻ ശക്തനാണോ? മാർക്ക്, ലാരിയൊക്കെ നിന്റെ അച്ഛൻ്റെ മുന്നിൽ ശിശുക്കൾ മാത്രമല്ലേ. നിന്റെ അച്ഛൻ നമ്മുടെ സങ്കല്പത്തിലൊന്നും ഒതുങ്ങുന്ന ആളേ അല്ല. മാസ്റ്ററിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? മാർക്ക്, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതുമാത്രമല്ല നിന്റെ അച്ഛനുമായി എനിക്ക് അധികം പരിചയമൊന്നുമില്ല. ആകെ 3 ദിവസമാണ് ഞാൻ നിന്റെ അച്ഛനൊപ്പം ഉണ്ടായിരുന്നത്. നിന്റെ അച്ഛൻ എനിക്ക് ഒരു സമ്മാനം നൽകിയിരുന്നു. സമ്മാനമോ? സമ്മാനമാണെന്ന് ചോദിച്ചാൽ സമ്മാനമാണ്. എനിക്ക് നൽകിയത് 10 പാക്കറ്റ് തേയിലയാണ്. തേയിലയോ ചായപ്പൊടിയോ? അതെ. അതിൽ 7 പാക്കറ്റ് എനിക്കും 3 പാക്കറ്റ് നിനക്കുമാണ്. 3 പാക്കറ്റ് എനിക്കോ? അതെ. ആ തേയില എൻലൈറ്റ്മെന്റ് ടീ എന്നാണ് അറിയപ്പെടുക. ശരിക്കും ആ തേയില ആരുപയോഗിച്ചാലും അവരുടെ കപ്പാസിറ്റി വൻതോതിൽ വർദ്ധിക്കും. സാക്ഷാൽ ഹാൻ കുടുംബത്തിലെ ഹാൻ മിൽമൗണ്ടിനെ നേരിടാൻ മാർക്കിന് വേണ്ട സംഭവം ആ തേയിലയാണ്. ആ തേയില മാർക്കിന്റെ കയ്യിലെത്തിയാൽ മാർക്കിന്റെ ശക്തി ആ നിമിഷത്തിൽ വർദ്ധിക്കും. പെട്ടെന്ന് അങ്ങനെയാണ് മാർക്കിന് തോന്നിയത്. ഗാവിൻ പറഞ്ഞത് കേട്ടതും കൗതുകത്തോടെ മാർക്ക് ഗാവിനെ നോക്കുമ്പോൾ ഗാവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് വേണ്ടി ഞാൻ ആ 3 കവർ തേയിലയും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മാസ്റ്റർ കയ്യിൽ ഇപ്പോൾ അതുണ്ടോ? എൻ്റെ കയ്യിലതില്ല. ഞാനത് നാട്ടിൽ എൻ്റെ മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെല്ലുമ്പോൾ ഞാനത് എടുത്തു തരാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത്. നീ അദ്ദേഹത്തിൻ്റെ മകനാണോ എന്നെനിക്ക് അറിയില്ലല്ലോ. മകനാണെന്ന് ഉറപ്പായാൽ മാത്രമല്ലേ എനിക്ക് തേയില തരാൻ പറ്റൂ. പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ട നിമിഷത്തന്നെ എനിക്ക് മനസ്സിലായി നീ അദ്ദേഹത്തിൻ്റെ മകനാണെന്ന്. നീ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ്. ഗാവിൻ പറഞ്ഞ വാചകം കേട്ടപ്പോൾ മാർക്കിന് ശരിക്കൊരു സന്തോഷം തോന്നുകയാണ്. അവൻ അച്ഛനെ പോലെയാണ്. മാസ്റ്റർ ഉള്ളതാണ് പറയുന്നത്. മാർക്ക്, ഈ കാര്യം ഞാൻ വെറുതെ പറയുമോ?
ഞാൻ നിന്റെ അച്ഛനൊപ്പം ഉണ്ടായിരുന്ന ആളല്ലേ. 3 ദിവസമാണെങ്കിൽ പോലും ഞാൻ നിന്റെ അച്ഛനെ ഇപ്പോഴും നന്നായി ഓർക്കുന്നുണ്ട്. നിന്നെ പോലെ തന്നെയാണ് നിന്റെ അച്ഛനും, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ നിന്റെ അച്ഛൻ അതിശക്തനാണ്. മാസ്റ്റർ, അച്ഛൻ ഇപ്പൊ എവിടെ ഉണ്ടാവും? അല്ല, അച്ഛൻ എങ്ങോട്ടാ പോയത്? മാർക്ക്, അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവും എൻ്റെ കയ്യിലില്ല. അദ്ദേഹത്തെ ഞാൻ പിന്നീട് കണ്ടിട്ടേയില്ല. അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അതിശക്തനാണ്. നിന്റെ അച്ഛൻ എവിടെയുണ്ടെങ്കിലും നിനക്കിപ്പോൾ ഉണ്ടെന്ന് മാത്രം നീ കരുതിയാൽ മതി. ഗാവിൻ പറഞ്ഞ ആ വാചകം മാർക്കിന്റെ ഉള്ളിലൊന്ന് തൊട്ടു. അച്ഛൻ ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും തനിക്കൊപ്പം ഉള്ളതായി കരുതണമെന്ന് ഗാവിൻ പറഞ്ഞപ്പോൾ മാർക്കിന്റെ മുഖത്ത് ഒരു ആശ്വാസം. മാർക്കിന് നോക്കിയത് പുഞ്ചിരിച്ചിട്ട് ഗാവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അപ്പോൾ നാളെ രാവിലെ ഞാൻ വരാം. നമുക്ക് ഒന്നിച്ച് ജിയാങ്മെങ്ങിലേക്ക് പോകാം. അവിടെ ബിൻ പ്രോവിൻസിലാണ് എൻ്റെ വസതി. എൻ്റെ വസതിയിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കും എൻ്റെ ശിഷ്യന് മാത്രമേ ആ ചായപ്പൊടി എവിടെ ഇരിക്കുകയാണെന്ന് അറിയാവൂ. അതുകൊണ്ട് പേടിക്കേണ്ട, സുരക്ഷിതമാണ് ആ ചായപ്പൊടി. അങ്ങനെ പറഞ്ഞിട്ട് ഗാവിൻ ഉടൻ തന്നെ അവിടുന്ന് പുറത്തേക്കിറങ്ങി അപ്രത്യക്ഷമാവുകയും ചെയ്യും. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയാണ് ഗാവിൻ്റെ പ്രത്യേകത. ഗാവിൻ കൈ നിവർത്തി ഒന്ന് കൊടുത്തിരുന്നുവെങ്കിൽ ഉറപ്പായി മാർക്ക് ഫെല്ലർ തീരുമായിരുന്നു. മാർക്ക് ഫെല്ലർ ഗാവിൻ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിനകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ മാർക്ക് വല്ലാത്തൊരു ആലോചനയിലാണ്. തൻ്റെ അച്ഛൻ ഒരു വല്ലാത്ത പ്രതിഭാസമാണ്. അച്ഛൻ എന്ന ആളെക്കുറിച്ച് മാർക്ക് കേട്ടിട്ട് പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് യാദൃശ്യവശാൽ അവൻ്റെ അച്ഛൻ സ്വപ്നത്തിൽ അവനടുത്ത് വരുന്നത്. ആ നിമിഷം മുതൽ അച്ഛൻ അവൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരു തോന്നൽ അവനുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കിന്റെ ശ്രദ്ധ അവൻ്റെ കയ്യിൽ അവൻ അണിഞ്ഞ ആ വളയിലേക്ക് വരുന്നത്. ജിയാങ് ബ്ലാക്ക് കൊടുത്ത ആ വള അണിഞ്ഞതിന് ശേഷം അവൻ യഥാർത്ഥത്തിൽ ആ വള നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മാർക്ക് പെട്ടെന്ന് ആ വള അങ്ങ് ഊരി. ആ വള ഊരിയ മാർക്ക് ആ വളയെ കൗതുകപൂർവ്വം നോക്കുകയാണ്. അതൊരു മാന്ത്രിക നിലവറയാണെന്നാണ് ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞത്. ആ നിലവറ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ ആലോചിച്ചപ്പോൾ മാർക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. മാർക്ക് മേശപ്പുറത്തുനിന്ന് ഒരു മൊട്ടുപിന്നെടുത്ത് മാർക്കിന്റെ നെറ്റിയിൽ ഒരു കുത്തു കൊടുത്തു. 2 പുരുകത്തിൻ്റെയും ഒത്ത നടുക്ക് സകല ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്ന ആ ഭാഗത്ത് ഒന്ന് കുത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു തുള്ളി രക്തം പുറത്തു വന്നു. ആ രക്തം മാർക്ക് ആ വളയിലേക്ക് വീഴ്ത്തി. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് ആ രക്തം വളയിൽ വീഴുമ്പോൾ വളയിൽ എന്തെങ്കിലും മാന്ത്രികത ഉണ്ടെങ്കിൽ അത് തനിക്ക് മനസ്സിലാകുന്നൊരു തോന്നലാണ് അങ്ങനെ രക്തം വീഴ്ത്തുമ്പോൾ മാർക്കിന് ഉണ്ടായിരുന്നത്. പക്ഷെ ആ രക്തം ആ വളയിൽ വീണിട്ടും അവിടെ ഒരു മാറ്റവുമില്ല. ഇതിപ്പോൾ എങ്ങനെ ഉപയോഗിക്കുക? ജിയാങ് ബ്ലാക്കിനോട് ചോദിക്കാനും വിട്ടുപോയി. ജിയാങ് ബ്ലാക്കിനെ കോൺടാക്ട് ചെയ്യാനുള്ള ടെലിഫോൺ നമ്പറൊന്നും മാർക്കിന്റെ കയ്യിലില്ല. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? അങ്ങനെ ആലോചിച്ച് മാർക്ക് അവന്റെ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്ത് ആ ഡിവൈൻ സെൻസ് കൊണ്ട് ആ വളയിലേക്ക് നോക്കി. മാർക്കിന്റെ തലയ്ക്കുള്ളിൽ ഒരു നെൽമണിയേക്കാൾ അല്പ വലിപ്പത്തിൽ ഒരു ഡിവൈൻ സെൻസ് ഉണ്ട്. ആദ്യമായി മാർക്കിന് ഡിവൈൻ സെൻസ് അനുഭവപ്പെടുന്നത് അന്ന് ആ മാർഷൽ ആർട്സ് ഫോറത്തിന്റെ ശിക്ഷാ ഗ്രൗണ്ടിൽ വെച്ച് ചാട്ടവാറടി ഏൽക്കുമ്പോഴാണ്. ശക്തമായ ചാട്ടവാറടി തലങ്ങും വിലങ്ങും പുറത്തേക്ക് വീണപ്പോൾ അവൻ്റെ തലയിൽ ഒരു ചെറിയ ഒരു സൂചിയുടെ വലിപ്പത്തിൽ ഒരു പ്രകാശം ഉണ്ടായി. പിന്നീട് അത് വലുതായി ഒരു നെൽമണിയുടെ വലിപ്പമായി. ഇപ്പോൾ ഒരു നഖത്തിന്റെ അത്രയും വലിപ്പം ആ പ്രകാശത്തിനുണ്ട്. ആ പ്രകാശത്തെ മാർക്കിന് നിയന്ത്രിക്കാൻ പറ്റും. ആ പ്രകാശം കൊണ്ട് മാർക്ക് ആ വളയിലേക്ക് നോക്കിയപ്പോൾ മാർക്ക് ശരിക്കും ഞെട്ടി. അകത്ത് വിശാലമായൊരു നിലവറയെ കാണുന്നത്. മാർക്കിന്റെ ആ ഡിവൈൻ സെൻസ് ആ നിലവറയ്ക്കകത്തേക്ക് കിടക്കുകയാണ്. നിലവറയ്ക്കകത്തേക്ക് കിടന്ന മാർക്ക് ആ നിലവറ മുഴുവൻ നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു സ്ഥലത്ത് 3 ഡെഡ് ബോഡികൾ കിടപ്പുണ്ട്. ജിയാങ് ബ്ലാക്ക് മാർക്കിന്റെ ആ മുറ്റത്ത് നിന്ന് വലിച്ചു മാറ്റിയ ആ ഡെഡ് ബോഡികളാണ് അവിടെ കിടക്കുന്നത്. ആ ഡെഡ് ബോഡികൾ ചീയാതെ അവിടെ അങ്ങനെ കിടക്കുകയാണ്. വല്ലാത്തൊരു അമ്പരപ്പ് ആ കാഴ്ച മാർക്കിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാർക്ക് ഉടൻ തന്നെ ഡിവൈൻ സെൻസ് പിൻവലിച്ചു. അവൻ്റെ കയ്യിലിരിക്കുന്ന ആ മാന്ത്രിക നിലവറ വല്ലാത്തൊരു അത്ഭുതമാണ് മാർക്കിന് ഉണ്ടാക്കിയിരിക്കുന്നത്. മാർക്കിന്റെ ഡിവൈൻ സെൻസ് തിരിച്ച് അവൻ്റെ ബോഡിയിലേക്ക് കയറുമ്പോൾ വാതിൽക്കൽ മുട്ട് കേട്ടു. ഇതാരായി രാത്രി വന്ന് മുട്ടുന്നത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് മാർക്ക് വാതിൽ തുറക്കുന്നത്. വാതിൽ തുറന്ന മാർക്ക് കാണുന്നത് കുറേ പത്രക്കാരെയാണ്. നേരത്തെ മാർക്കിൻ്റെയും
ഗാവിൻ്റെയും ആ ഫൈറ്റ് റിപ്പോർട്ട് ചെയ്യാനായി അവിടെ എത്തി കാത്തു നിന്ന പത്രക്കാർ ബോധം കേട്ട് വീണിരുന്നു. അവർക്ക് ബോധം വന്നപ്പോൾ അവിടെ ആരുമില്ല. ഗാവിനെ കാണാനില്ല, മാർക്കിനെ കാണാനില്ല. എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി അവരെല്ലാവരും കൂടി മാർക്കിൻ്റെ ബസ്സിലേക്ക് കയറി വന്നതാണ്. മാർക്കിനെ കണ്ടതും അവർ മാർക്കിനോട് ചോദിച്ചു, ഹലോ കിങ് ഓഫ് ചിൽഷെയർ, ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാനുണ്ട്. ഏയ്, എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല, നിങ്ങൾ പോയി. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ പത്രലേഖകരുടെ മുന്നിൽ നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, പ്ലീസ്, എന്താണ് സംഭവിച്ചത് ഒന്ന് പറയാവോ? നോക്ക്, എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ മാർക്ക് പറഞ്ഞിട്ട് മാർക്ക് വാതിലങ്ങ് അടച്ചു. പത്രലേഖകരെ പുറത്താക്കി മാർക്ക് വാതിലടച്ച് ഏതാനും മിനിറ്റ് കഴിഞ്ഞതും നീൽ ഫ്ലെമിംഗ് അവിടേക്ക് മടങ്ങിയെത്തി. നീല് വരുമ്പോൾ കുറെ പത്രക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവരെയൊക്കെ നോക്കിക്കൊണ്ടാണ് നീൽ അകത്തേക്ക് വരുന്നത്. നീല് വാതിൽ തട്ടിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനാണേ, നീലാണേ. നീലാണെന്ന് കേട്ടതും മാർക്ക് വാതിൽ തുറന്നു. മാർക്ക്, ഇന്നും ഞാൻ അവിടെ പോയിരുന്നു. ശരിക്കും അവിടെ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. സ്പിരിച്വൽ എനർജി അബ്സോർബ് ചെയ്യാനുള്ള ടെക്നിക്ക് മാർക്ക് നീലിനെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ മാർക്ക് എവിടെ സ്പിരിച്വൽ എനർജി ഉണ്ടെന്ന് നോക്കി നടക്കുകയാണ്. ചിലപ്പോൾ അതിരാവിലെ ഇറങ്ങും, പിറ്റേന്നൊക്കെ ആയിരിക്കും മടങ്ങി വരികയും. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നീലിന് ഒരു പിടിയില്ല. നീലിനെ വീട്ടിനകത്തേക്ക് കയറ്റിയ മാർക്ക് നീലിനോട് പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ നീലിനോട് പറഞ്ഞിട്ട് മാർക്കിന്റെ റൂമിലേക്ക് പോയി. നീൽ അവിടെ സിറ്റ് ഔട്ട് ഇരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ നീല് മാർക്കിനോട് വിളിച്ചു ചോദിച്ചു, മാർക്ക്, ഒരു സുന്ദരി പെൺകുട്ടി ഇവിടെ നിൽക്കുക, അവർക്ക് മാർക്കിനെ കാണണമെന്ന്. ആ പത്രക്കാരുടെ കൂട്ടത്തിലെ ആ സുന്ദരി ആയിരിക്കും വന്നതെന്ന് കേട്ടപ്പോഴേ മാർക്കിന് തോന്നി. മാർക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അതിനുശേഷം നീലിനോട് പറഞ്ഞു, ഓക്കെ, അവളെ കയറ്റിവിട. കേൾക്കേണ്ട ദിവസം ആ പെൺകുട്ടി മാർക്കിന്റെ മുന്നിലെത്തി. മിസ്റ്റർ മാർക്ക് ഫെല്ലർ, താങ്ക് യു. മിസ്റ്റർ മാർക്ക്, ദയവായി ഒരു ഇന്റർവ്യൂ തരണം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ എനിക്ക് അതിലൊന്നും താല്പര്യമില്ലെന്ന്. മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ദയവായി എന്നെ സഹായിക്കണം. ഞാൻ എൻ്റെ പത്രത്തിലെ ജൂനിയർ റിപ്പോർട്ടറാണ്. എനിക്ക് ആ ജോലി പെർമനൻ്റ് ആകണമെങ്കിൽ ഞാൻ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഈ അസൈൻമെൻറ്റ് എനിക്ക് ശരിക്കും പ്രാധാന്യമുള്ളതാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂ എടുത്തു കൊടുത്തില്ലെങ്കിൽ അവരെന്നെ പുറത്താക്കും. പ്രൊബേഷൻ പീരീഡിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആ പെൺകുട്ടി. വളരെ ശ്രദ്ധേയമായ ഒരു ഇൻ്റർവ്യൂ അവൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവളെ പെർമനൻ്റ് ആക്കാൻ പത്രക്കാർ തയ്യാറാകത്തില്ല. അത് കേട്ടപ്പോൾ മാർക്ക് അവളോട് പറഞ്ഞു, നീ എന്താ എന്നെ മാനസികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്? ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്? മാർക്ക്, അങ്ങനെ കരുതരുത്. ഞാൻ എൻ്റെ അവസ്ഥ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ പെൺകുട്ടി പറഞ്ഞപ്പോൾ മാർക്ക് അവളോട് പറഞ്ഞു, ഓക്കെ, നീ വന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനും മാസ്റ്റർ ഗാവിൻ തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് നീ വന്നതെന്ന് എനിക്കറിയാം. ആ വിഷയം ഞാൻ എന്തായാലും ഇപ്പോൾ സംസാരിക്കുന്നില്ല. അതിന് പകരം നിനക്ക് ഞാനൊരു വാർത്ത തരാം. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണെന്ന് കൂട്ടിക്കൂ. ഞാൻ പറയുന്ന കാര്യം നീ റിപ്പോർട്ട് ചെയ്താൽ നിനക്ക് എന്തായാലും ഗുണപ്പെടും എന്ന കാര്യം സംശയമൊന്നുമില്ല. മാർക്ക് അത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ശരിക്കും സന്തോഷമായി. അവൾ ഉടൻ തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. എല്ലാം റെഡിയാക്കിയതും മാർക്ക് ഫെല്ലർ അവളോട് ചോദിച്ചു, എല്ലാം ഓക്കെ ആണല്ലോ? എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഞാൻ സംസാരിക്കാം. എൻ്റെ പേര് മാർക്ക് ഫെല്ലർ. ഞാൻ മിഡിൽ സിറ്റിയിലെ ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്. എനിക്ക് ഒരു ഇഷ്ടമുണ്ട്, ഒരു പെൺകുട്ടിയോട്. ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷേ ന്യൂ സെലസ്റ്ററിലെ ഹാൻ കുടുംബത്തിലെ ഹാൻ വിൽമൗണ്ട് പറയുകയാണ് ഞാൻ അവളെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന്. ഞാനൊരു പാവപ്പെട്ടവനായതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഞാൻ മറക്കണമെന്നാണ് ഹാൻ വിൽമൗണ്ട് പറയുന്നത്. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഹാൻ വിൽമൗണ്ട് ആൾ വലിയ ശക്തനല്ലേ, വലിയ അധികാരങ്ങളുള്ള ആളല്ലേ, ഒരുപാട് പണമുള്ള ആളല്ലേ, ഒരുപാട് സ്വാധീനമുള്ള ആളല്ലേ. അയാൾക്ക് എൻ്റെ പെണ്ണിനെ തന്നെ വേണമെന്ന് എന്താ ഇത്ര താല്പര്യം? ഞാൻ ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്കുമായി പ്രണയത്തിലാണ്. ഞാനും എമിലി തമ്മിലുള്ള വിവാഹം 6 മാസം കഴിയുമ്പോൾ നടക്കും. ഞാൻ എമിലിയെ വിവാഹം കഴിക്കാൻ പാടില്ലെന്നാണ് ഈ ഹാൻ കുടുംബത്തിലെ വിൽമൗണ്ട് പറയുന്നത്. അയാൾ സമ്മതിക്കില്ല അത്രേ. എനിക്ക് അയാളോട് പറയാനുള്ളത് ഒരു ചെറിയ കാര്യമാണ്. 6 മാസം കഴിയുമ്പോൾ ഞാൻ ബ്ലാക്ക് കുടുംബത്തിൽ ചെല്ലും, എമിലിയെ വിവാഹം ആലോചിക്കും, എമിലിയെ വിവാഹം ചെയ്യുകയും ചെയ്യും. അവിടെ വച്ച് ഞാൻ സകലരും കാണുകയും ഈ ഹാൻ കുടുംബത്തിലെ വിൽമൗണ്ടിനെ അടിച്ച് മുട്ടുകാലൊടിക്കും. അവൻ എൻ്റെ മുന്നിൽ മാപ്പ് പറയുന്നത് ഈ ലോകം മുഴുവൻ കാണും. മാർക്ക് ഫെല്ലർ ഈ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയുടെ പുറകെ നിൽക്കുന്ന
ആ പെൺകുട്ടി ഏതാണ്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. ശരിക്കും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ന്യൂസ് സെലസിലെ ബ്ലാക്ക് കുടുംബവും ഹാൻ കുടുംബവും ഈ പൈറോയിൽ എല്ലാവരും അറിയുന്ന കുടുംബങ്ങളാണ്. ആ ഹാൻ കുടുംബത്തിലെ വിൽമൗണ്ടിനെ ഇത് പരസ്യമായി മിഡിൽ സിറ്റിയിൽ നിന്നുള്ള സാക്ഷാൽ മാർക്ക് ഫെല്ലർ വെല്ലുവിളിച്ചിരിക്കുകയാണ്. സകല ആളുകളും കാണെ അവിടെ മുന്നിലിട്ട് വിൽമൗണ്ടിനെ തല്ലി മുട്ടുകാൽ ഒടിക്കുമെന്നാണ് മാർക്ക് ഫെല്ലർ പറഞ്ഞത്. ആ വാചകങ്ങൾ കേട്ടുകൊണ്ടുന്ന ആ പെൺകുട്ടി അമ്പരപ്പോടെ മാർക്കിനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് വീണ്ടും പറയുകയാണ്, സുഹൃത്തുക്കളെ, പക്ഷെ ഇവിടെ ഞാനൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഹാൻ വിൽമൗണ്ട് എന്നോട് എതിരിട്ടാൽ വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള കക്ഷിയാണ്. അതുകൊണ്ട് അയാൾ ചിലപ്പോൾ വളഞ്ഞ മാർഗം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും അസാസിൻസിനെ എൻ്റെ അടുത്തേക്ക് അയച്ച് എന്നെ രഹസ്യമായി തട്ടിക്കളയാൻ ചിലപ്പോൾ അയാൾ ശ്രമിക്കും. അയാൾ അങ്ങനെ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. നട്ടലുള്ളവരാണെങ്കിൽ അത് ശ്രമിക്കത്തില്ല, പക്ഷെ നട്ടലില്ലെങ്കിൽ അവൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അവിടെയാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടത്. നിങ്ങളൊക്കെ അവനൊന്ന് ഉപദേശിക്കണം. നട്ടലുള്ള ആണാണെങ്കിൽ അവൻ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണമെന്ന് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. ആ പെൺകുട്ടി ഈ ഡയലോഗ് കേട്ട് ആകെ കോരിത്തരിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ പറഞ്ഞു നിർത്തിയ വാചകത്തിൽ വല്ലാത്തൊരു പഞ്ചുണ്ട്. ഹാൻ വിൽമൗണ്ട് ആണാണെങ്കിൽ അവൻ മാർക്കിന് വേണ്ടി കാത്തു നിൽക്കണം. വേറെ ഒരു ശൈലിയിലും മാർക്കിനെ ഈ കാലഘട്ടത്തിൽ അയാൾ ശല്യം ചെയ്യില്ല, അവൻ ആണാണെങ്കിൽ. അല്ല എങ്കിൽ അവൻ പല രീതിയിലും ശല്യം ചെയ്യും. ഇപ്പോ പന്ത് ഹാൻ വിൽമൗണ്ടിന്റെ കോർട്ടിലേക്ക് മാർക്ക് തട്ടിയിട്ടിരിക്കുകയാണ്. റെക്കോർഡിംഗ് അവസാനിപ്പിച്ചതും ആ പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങൾ സത്യമായിട്ടും എന്നെ രക്ഷിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ എൻ്റെ പത്രത്തിന് വല്ലാത്ത മൈലേജ് ഉണ്ടാക്കും. എനിക്ക് ഉറപ്പാണ് എൻ്റെ ജോലി സ്ഥിരമാകുമെന്ന് മാത്രമല്ല എനിക്ക് ഉറപ്പായി പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഒരു ഇന്റർവ്യൂ ആണ് മാർക്ക് ഫെല്ലർ കൊടുത്തിരിക്കുന്നത്. ഹാൻ കുടുംബത്തിനെയും ബ്ലാക്ക് കുടുംബത്തിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞും ഇതുപോലൊരു ഡയലോഗ് പറയാൻ സാധ്യതയില്ല. പൈറോ എന്ന ആ വലിയ രാജ്യത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഈ രണ്ട് കുടുംബങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ശൈലിയിലൊരു ഡയലോഗ് പറയുമ്പോൾ അതിന് വല്ലാത്തൊരു വാർത്താ പ്രാധാന്യമുണ്ട്. ആ പെൺകുട്ടി ശരിക്കും സന്തോഷത്തോടുകൂടി മാർക്കിനോട് യാത്ര പറയുമ്പോൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ മാർക്കിനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാർക്ക് എപ്പോഴെങ്കിലും ജിയാമിങ്കിലേക്ക് വരികയാണെങ്കിൽ ഈ നമ്പറിൽ എന്നൊന്ന് വിളിക്കണം. ഞാൻ ഉറപ്പായും മാർക്കിന് ഒരു ട്രീറ്റ് നൽകും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ മാർക്കിന് ഒരു കാർഡ് കൊടുത്തു. അവള് സാധനങ്ങളുമായി പുറത്തു പോയി കഴിഞ്ഞപ്പോൾ മാർക്ക് ആ കാർഡിലെ പേരൊന്ന് വായിച്ചു, മിസ് ലീ റുഡാൻ. ആ പേര് കൗതുകപൂർവ്വം മാർക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീൽ ഫ്ലെമിംഗ് മാർക്കിന്റെ അടുത്ത് വന്നു. മാർക്ക്, ആ പെൺകുട്ടി പറഞ്ഞെന്താണെന്ന് മനസ്സിലായോ? എന്താ? മാർക്ക്, അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്, നിങ്ങൾ അവളോടൊപ്പം ചെല്ലാനാണ് അവൾ പറയുന്നത്. മാർക്കിന് അവളെ ഇഷ്ടമില്ലെങ്കിൽ അവളെ എൻ്റെ അടുത്തേക്ക് വിട്. പോടാ, നിനക്ക് പെമ്പിള്ളേരെ വേണമെങ്കിൽ നീ പോയി പെമ്പിള്ളേരെ കണ്ടുപിടിക്കുക, എനിക്കെന്തായാലും ഈ പണിയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ, നമ്മൾ നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോവുകയാണ്, നീ റെഡിയായി നിൽക്കുക. പിറ്റേന്ന് നേരം വെളുത്തു. ഏകദേശം ഒരു 8 മണി ആകാറായപ്പോൾ മാർക്കും നീലും കൂടി പുറത്തെത്തുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ എത്തിയിട്ടുണ്ട്. ആ മനുഷ്യന്റെ അടുത്തേക്ക് മാർക്ക് നടക്കുമ്പോൾ നീല് മാർക്കിനോട് പറയുകയാണ്, മാർക്ക്, നമ്മൾ ഈ ബിൻ പ്രോവിൻസിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ ആ വൈസം മാസ്റ്റർ ഉണ്ട്. എന്താ അയാളുടെ പേര്? ജെറാൾഡ്. അയാൾ വലിയ സംഭവം എന്നാണ് അയാൾ പറയുന്നത്. സത്യത്തിൽ എൻ്റെ കൈ കിട്ടിയെങ്കിൽ ഞാൻ ഒരു ഒറ്റ ഇടിക്ക് അയാൾ തീർത്തനെ. നീൽ ഫ്ലെമിംഗ് ആ വാചകം പറഞ്ഞപ്പോൾ മാർക്ക് അടുത്തിരിക്കുന്ന ജെറാൾഡിനോട് പറഞ്ഞു, മാസ്റ്റർ ക്ഷമിക്കണം, ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും, പക്ഷെ ആള് പാവമാണ്. മാർക്ക് അങ്ങനെ ജെറാൾഡിനോട് പറയുമ്പോഴേക്കും നീല് ഏതാണ്ട് മാർക്കിന് അടുത്തെത്തി കഴിഞ്ഞു. മാർക്ക് ജെറാൾഡിനോട് സംസാരിക്കുന്ന കണ്ടതും നീല് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇതാരാ? നീൽ, ചിലപ്പോൾ ഇയാളെ പറഞ്ഞാൽ നീ അറിയും. ഇദ്ദേഹത്തിൻ്റെ പേര് മാസ്റ്റർ ഗാവിൻ ജെറാൾഡ് എന്നാണ്. മാർക്ക് ഫെല്ലർ പറഞ്ഞ വാചകം കേട്ടതും നീല് അറിയാതെ കാറ് പിടിച്ചു പോവുകയാണ്. കാറിൽ നീൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ നീൽ താഴേക്ക് വീണനെ. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നീൽ ജെറാൾഡിനോട് പറഞ്ഞു, മാസ്റ്റർ ക്ഷമിക്കണം. 2 കൈയും കൂപ്പി നീൽ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഗാവിനോട് പറഞ്ഞു, മാസ്റ്റർ, കൂടെ ഇവന് അടി കൊടുത്താൽ ഇവൻ നന്നാകും. അങ്ങനെ ഒരു നല്ല സ്വഭാവം ഇവനുണ്ട്.
അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും നീൽ ഓടി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. നീൽ ഫ്ലോമിങ്ങും മാർക്ക് ഫെല്ലറും ഗാവിൻ ജെറാൾഡുമായി ആ വാഹനം ചിൽറ്റൗണിൽ നിന്ന് ജിയാങ് മിങ് മേഖലയിലെ ബിൻ പ്രൊവിൻസിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ വാഹനം അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുന്ന അതേ സമയത്ത് ബിൻ പ്രൊവിൻസിലെ ജെറാൾഡിന്റെ വസതിയിൽ ഒരു കാര്യം സംഭവിക്കുകയാണ്. ജെറാൾഡിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ജെറാൾഡ് ഏൽപ്പിച്ചിരുന്ന ആ തേയില പാക്കറ്റുകൾ കണ്ടുപിടിച്ച് ആ പാക്കറ്റ് എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആ തേയിലയെക്കുറിച്ചുള്ള രഹസ്യം ആ ശിഷ്യനോട് ജെറാൾഡ് പങ്കുവച്ചത്. ആ നിമിഷം മുതൽ ജെറാൾഡിന്റെ ആ തേയില എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണമെന്നൊരു ആഗ്രഹം ജെറാൾഡിന്റെ ആ പ്രിയപ്പെട്ട ശിഷ്യൻ ഷിമിനുണ്ട്. ഷിമിന്റെ കൈവശവും ജെറാൾഡിന്റെ കൈവശവുമാണ് ആ അലമാരയുടെ താക്കോലുകൾ ഉള്ളത്. ഷിമിൻ പുറത്തെടുത്ത തേയില പൊട്ടിച്ച് കവറിനകത്തുനിന്ന് ആ ഇലത്തേയില എടുത്ത് പതുക്കെ നാക്കിലോട്ട് വെച്ചു. നാക്കിലോട്ട് ആ ഇലത്തേയില വെച്ചപ്പോൾ തന്നെ ഷിമിന്റെ മുഖം ശരിക്കും അങ്ങ് പ്രസന്നമായി. അവൻ പെട്ടെന്ന് ആ തേയിലയും കഴിച്ചു. അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ 3 കവറിലെയും മുഴുവൻ തേയിലയും അവൻ തിന്നു തീർത്തു. ആ തേയില ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാനൊന്നും ഷിമിൻ കാത്തു നിന്നില്ല എന്നർത്ഥം. ആ 3 കവർ തേയിലയും കഴിച്ചു കഴിഞ്ഞതോടുകൂടി അവന്റെ ശക്തി വൻതോതിലങ്ങ് വർദ്ധിച്ചു. പെട്ടെന്നാണ് അവൻ ഗ്രാൻഡ് മാസ്റ്ററിലെ 8th ലെവലിലേക്ക് കടക്കുന്നത്. അവന്റെ ഗുരുനാഥനായ സാക്ഷൽ മാസ്റ്റർ ഗാവിൻ ജെറാൾഡ് അപ്പോഴും 5ാമത്തെ ലെവലിലാണ്. ഇതാ ഒറ്റയടിക്ക് അനവധി ലെവലുകൾ കവർ ചെയ്ത് ഷിമിൻ ഫെങ് എന്ന ശിഷ്യൻ ഗ്രാൻഡ് മാസ്റ്ററിലെ 8ാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വിവരം അറിയാതെ മാസ്റ്റർ ഗാവിൻ ജെറാൾഡ് മാർക്ക് ഫെല്ലറും നീൽ ഫ്ലെമിങ്ങുമായി പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടി ബിൻ പ്രൊവിൻസിലെ അയാളുടെ വീട്ടിലെത്തി. വീട്ടിൽ സാധാരണഗതിയിൽ ഗേറ്റിനടുത്ത് ആള് കാണേണ്ടതാണ്. ഗേറ്റിൽ ആള് കാണാതെ വന്നപ്പോൾ ഗാവിൻ പറഞ്ഞതനുസരിച്ച് നീൽ ഇറങ്ങി ഗേറ്റ് തുറന്നു. മാർക്ക് വാഹനം അകത്തേക്ക് കയറ്റിയിട്ടു. നീലും മാർക്കും ഗാവിനും കൂടി പുറത്തിറങ്ങപ്പോൾ ഗാവിൻ ചുറ്റുമൊക്കെ നോക്കുകയാണ്. അവിടെ നിന്ന് ആരുമില്ല. ഇതെന്തു പറ്റി? ഇവിടെ ആരുമില്ലാത്തത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗാവിൻ മാർക്കിനും നീലിനും ഒപ്പം ആ വീടിനെ അകത്തേക്ക് കടന്നു. വീടിനകത്തും ആരുമില്ല. സ്വീകരണ മുറിയിൽ മാർക്ക് ഫെല്ലറെ ഇരുത്തിന് ശേഷം ഗാവിൻ അയാൾ വെച്ചിരുന്ന തേയിലെടുക്കാനായി അകത്തെ മുറിയിലേക്ക് ചെന്നു. അകത്തെ മുറിയിലേക്ക് ഗാവിൻ പോയി അല്പം കഴിഞ്ഞതും എന്തൊക്കെയോ വീഴുന്ന ശബ്ദം പുറത്തിരിക്കുന്ന നീലും മാർക്കും കേട്ടു. രണ്ടുപേരും ഓടി അകത്തെല്ലുമ്പോൾ അലമാരയ്ക്കടുത്ത് തറയിൽ കിടക്കുകയാണ് ഗാവിൻ. ഗാവിൻ ഏതാണ്ട് വെട്ടിയിട്ട വാഴ പോലെ താഴെ വീണിരിക്കുകയാണ്. ഓടിച്ചെന്ന മാർക്കും നീലും കൂടി ഗാവിനെ പിടിച്ചെണീപ്പിച്ചു. മാസ്റ്റർ, എന്തു പറ്റി? അങ്ങനെ ചോദിച്ചുകൊണ്ട് മാർക്കും നീലും കൂടി ഗാവിനെ എടുത്ത് ഒരു കസേര ഇരുത്തപ്പോൾ ഗാവിൻ ഏതാണ്ട് വിറയ്ക്കുന്നുണ്ട്. അല്പസമയം വേണ്ടി വന്നു ഗാവിന് ശരിക്കൊരു ശക്തി വീണ്ടും കിട്ടാൻ. ഗാവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ തേയില കാണാനില്ല. മാസ്റ്റർ, എന്താ പറയുന്നത്? കാണാനില്ലെന്നോ? മാർക്ക് ഫെല്ലർക്ക് ആദ്യമായി അവൻ്റെ അച്ഛൻ ഒരു ഫിസിക്കലായ സാധനം കൊടുത്തു വിട്ടതാണ്. അതാണ് ഇതാ മിസ്സായിരിക്കുന്നത്. മാർക്ക്, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. എൻ്റെ കയ്യിൽ ഈ അലമാരയുടെ താക്കോൽ ഉള്ളതുപോലെ എൻ്റെ ശിഷ്യൻ ഷിമിൻ ഫെങ്ങിൻ്റെ കയ്യിലും താക്കോലുണ്ട്. അവനിത് എടുത്ത് മാറ്റി വെച്ചോ എന്നറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗാവിൻ ആ മുറിയിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി. ആ ഭാഗമൊക്കെ നോക്കിയതിന് ശേഷം ഗാവിൻ മുറ്റത്തോട്ട് ഇറങ്ങി. മുറ്റത്തോട്ട് ഗാവിൻ ഇറങ്ങുമ്പോൾ ഒരു ശബ്ദം. മാസ്റ്റർ, അങ്ങ് എത്തിയോ? വളരെ മുഴക്കമുള്ള ആ ശബ്ദം അങ്ങ് ദൂരം നിന്ന് എവിടുന്നോ വരുന്ന പോലെയാണ് ഗാവിന് തോന്നിയത്. സംശയം തോന്നിയ ഗാവിൻ ഓടി അടുത്തുള്ള കിണറ്റിനടുത്തേക്ക് വന്നു. കിണറ്റിനടുത്തേക്ക് വന്ന ഗാവിൻ കിണറിനകത്തേക്ക് നോക്കുമ്പോൾ അകത്ത് താഴെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. അയാൾ മുകളിലുള്ള ഗാവിനെ കണ്ടതും ഉറക്കെ വിളിച്ചു, മാസ്റ്റർ. ആ വിളി കേട്ടതും ആ ചെറുപ്പക്കാരനെ മാർക്കും നീലും ഗാവിനും കൂടി കിണറ്റിന്റെ അകത്തുനിന്ന് മുകളിലേക്ക് എത്തിച്ചു. മുകളിലെത്തിയ അവൻ നന്നായി വിറയ്ക്കുന്നുണ്ട്. അവനോട് ഗാവിൻ ചോദിച്ചു, ഏയ്, എന്തുണ്ടായ? മാസ്റ്റർ, ഒരുപാട് സംഭവങ്ങളുണ്ടായി. ആ ഷിമിൻ എല്ലാവരെയും കൊന്നു. ഷിമിൻ എല്ലാവരെയും കൊന്നു. മാസ്റ്റർ, എല്ലാ ശിഷ്യന്മാരെയും ഷിമിൻ കൊന്നു. ഞാൻ ഭാഗ്യത്തിന് കിണറ്റിനകത്തോട്ട് ഇറങ്ങിയോണ്ട് എന്നെ കണ്ടില്ല. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.